ഇഷ്റഹ്ലി സ്വദരി, എൻ്റെ ഹൃദയത്തെ അല്ലാഹുവേ നീ വിശാലമാക്കി തരണമേ. വയസ്സിർലി അംരി, എൻ്റെ കാര്യങ്ങൾ അല്ലാഹുവേ നീ എളുപ്പമാക്കി തരണമേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിലെ കെട്ടുകളെ നീ അഴിച്ചു തരണമേ. യഫ്ഖഹു ഖൗലി, അപ്പോഴല്ലേ അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. വജഅല്ലി വസീറം മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായിയെ തരണം. ആ ആളാരാണ്? ഹാറൂന അഖി, എൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം. ഉഷ്ദുദ് ബിഹി അസ്രി, എൻ്റെ സഹോദരന് നുബുവത്ത് കൊടുത്തിട്ട് അല്ലാഹുവേ നീ എനിക്ക് ശക്തി നൽകണം. വഅശ്രിക്ഹു ഫി അംരി, എന്നെ നീ ഏൽപ്പിക്കുന്ന നുബുവത്തിൻ്റെ വിഷയത്തിൽ ഹാറൂൻ അലൈഹിസ്സലാമിനെ പങ്കുകാരനാക്കണം, അല്ലെങ്കിൽ ഹാറൂൻ നബിയെയും അതിൽ തുല്യ ഉത്തരവാദിത്വം കൊടുക്കണം. എന്തിന്? കൈ നുസബ്ബിഹക കസീറ, കൈ നുസബ്ബിഹക കസീറ, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് തസ്ബീഹ് ചൊല്ലാനാണത്. വനദ്കുറക കസീറ, നിന്നെ ഒരുപാട് ദിക്ർ ചൊല്ലാനാണ് പടച്ചവനെ. ഇന്നക കുൻത ബിനാ ബസീറ, നീ ഞങ്ങളെ കാണുന്നുവല്ലോ റബ്ബേ. ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ, മൂസ നബിയെ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ചോദിച്ചു, ഉടനെ ഗ്രാൻഡ് ചെയ്തു. അതാണ് നമ്മുടെ വിഷയം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اذهب إلى فرعون إنه طغى, മൂസ നബിയെ നിങ്ങൾ ഫിർഔന്റെ മുമ്പിലേക്ക് പോകണം. ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔന്റെ മുമ്പിലേക്ക് പോകണം. ഇന്നഹു തഗാ, ഫറോവ അതിര് കവിഞ്ഞിരിക്കുന്നു, പരാക്രമിയായിരിക്കുന്നു. അതുകൊണ്ട് ഫറോവയുടെ അരികത്തേക്ക് പോകണം. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا قال قد أوتيت سؤلك يا موسى. ദഅവത്തിനിറങ്ങുകയാണ്, പ്രബോധനത്തിനിറങ്ങുകയാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ആരുടെത്തേക്കാണ്? ഇസ്ലാം സെൻറ്റർക്കല്ലേ പറഞ്ഞേക്കണത്? ഫറോവൻ്റെ മുമ്പിലേക്കാണ്. ഫറോവ എന്ന് പറയുന്നത് അയാൾ ഇഷ്ടപ്പെടാത്തത് ആര് എന്ത് പറഞ്ഞാലും ഉടനെ വധിച്ചു കളയാൻ ഉത്തരവിടുന്നൊരു രാജാവാണ്. ഞാനാണ് പടച്ചവൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് പോയിട്ട് നീയല്ല പടച്ചവൻ എന്ന് അധികാരിയോട് പോയിട്ട് മൂസ നബി പറയേണ്ടത്. അപ്പം നിങ്ങളതിൻ്റെ ചാലഞ്ച് എത്ര വലുതായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പൊതുജനങ്ങളോടുള്ള സംസാരമല്ല ഇത്, അറിയുന്ന ആളുകളോടുമല്ല. ഫറോവയാണെങ്കിലോ മൂസ നബിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാരയച്ചതാണ് കുറച്ചു കാലം മുമ്പ്. അങ്ങനത്തെ പിടികിട്ടാ പുള്ളി എന്ന് അയാൾക്ക് തോന്നുന്ന ആളെന്നെ മുമ്പിലേക്ക് വന്നിട്ട് അയാളെ തിരുത്താൻ പോകുന്നത്, അത് എങ്ങനെ സാധിക്കും? ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാം പവർഫുള്ളാണെന്ന് ബോധിപ്പിക്കണം ഫിർഔൻ്റെ മുമ്പിൽ. ഫിർഔൻ ദഈഫാണെന്ന് ഫിർഔന് ബോധിക്കണം. മൂസാ നബിക്ക് മുഅ്ജിസാത്തുൻ ബാഹിറാത്ത്, കണ്ണ് തള്ളിപ്പോകുന്ന മുഅ്ജിസത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മുഅ്ജിസത്ത് അല്ലാഹു നൽകണം. മാത്രമല്ല സ്ഫുടമായി സംസാരിക്കണം. ഇതിൻ്റെയൊക്കെ പുറമെ ഹൃദയത്തിന് വല്ലാത്ത വിശാലത വേണം. അതിനാണ് ചോദിക്കുന്നത്. ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി, ഫറോവൻ്റെ അരികത്തേക്ക് പോകണം. ഇന്നഹു തഗാ, അവൻ പരാക്രമിയാണ്. അക്രമി എന്ന് പറഞ്ഞാൽ പോരാ, ഭീകരനാണ്. സർവ്വ അതിർവരമ്പുകളും മറികടന്നിരിക്കുകയാണ്. ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞ ആളുകൾ കുറച്ചേ ഉള്ളൂ ലോകത്ത്. അങ്ങനെ വാദം വന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ. കാറൂനല്ല, നമ്രൂദ് അങ്ങനെയാണ്. മൂസാ നബി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലക്കാരൻ, ബാബിലോണിയക്കാരൻ. ഫിർഔൻ അങ്ങനെയാണ്. അത് ഏറെയൊന്നും ദൈവവാദം പ്രഖ്യാപിച്ച ഭരണാധികാരികൾ ചരിത്രത്തിൽ കാണാറില്ല. ഉണ്ടോ എനിക്കറിയില്ല. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔൻ്റെ അടുത്തേക്ക് പോകണം. ഖാൽ, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് അരുളി ചെയ്തു, അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇശ്റഹ് ലീ സദ്രി,
എൻ്റെ നെഞ്ചകം എനിക്ക് നീ വിശാലമാക്കി തരണം റബ്ബേ. ആദ്യം ചോദിച്ച ചോദ്യം അതാണ്. ഇഷ്റഹ്ലി അംരി, ഇഷ്റഹ്ലി സ്വദരി വയസ്സിർലി അംരി, എൻ്റെ ഹൃദയം വിശാലമാക്കി തരണം. വയസ്സിർലി അംരി, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണം. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്, വലിയൊരു ഒരു ട്രബിൾ മനുഷ്യൻ ഫേസ് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ദുആയാണിത്. റബ്ബി ഇഷ്റഹ്ലി സ്വദരി. നിങ്ങൾക്കൊരു ടഫ് കോൺവെർസേഷൻ നിങ്ങളും നിങ്ങളുടെ ലൈൻ മാനേജറും തമ്മിൽ നടക്കാൻ പോവുക നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞു. ഉദാഹരണം പറയാം, നിങ്ങളുടെ ഭാഗത്താണ് ന്യായവും റൈറ്റും ലോജിക്കും ഒക്കെ, പക്ഷേ അതിനൊക്കെ മറികടന്ന് അധികാരം കൊണ്ട് നിങ്ങളെ അടിച്ചു താഴ്ത്താൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് ആഗ്രഹമുണ്ട്, നിങ്ങളെ പണി പോകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സിറ്റിങ്ങിലേക്ക് പോവുകയാണ്. റബ്ബി ഇഷ്റഹ്ലി സ്വദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എനിക്ക് പറയാനുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകത്തക്ക വിധം ബോധിക്കാൻ അള്ളാഹു എനിക്കത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള എലക്വൻസ് എനിക്ക് നൽകണം. എൻ്റെ കാര്യം എളുപ്പാക്കി തരണം, മനസ്സിന് വലിയ വിശാലത തരണം. ഈ ദഅവത്ത് എന്ന് പറഞ്ഞ പ്രബോധനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്, എല്ലാ കാലത്തും അതിൻ്റേതായ ഡേഞ്ചറുണ്ട്. അത് പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം വലിയ മനപ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. എപ്പോഴും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഓഡിയൻസ് ആയിരിക്കും അല്ലേ, പക്ഷേ ഈ പറയുന്ന ആളുകൾ എപ്പോഴും ഒരു മുൾമുനയിലാണ് നിൽക്കുക. ആർക്കെടുത്ത് പൊന്തിക്കാൻ പറ്റും, ആർക്കെടുത്ത് കുത്താൻ പറ്റും, അതിൽ സത്യമേതാണ് അസത്യമേതാ, പറഞ്ഞതെന്താ തിരിഞ്ഞതെന്താ, ഇതറിയാത്തവരൊക്കെ ഉണ്ടാവും. അവരും വന്നിട്ട് എന്ത് ചെയ്യും, 4 കമൻ്റ് ഇട്ട് പോവും, അല്ലെങ്കിൽ അവർ 4 തെറി വിളിച്ചു പോകും, അവർ 4 ക്ലിപ്പ് ഉണ്ടാക്കി പോവും. ട്രംപിനെ പറഞ്ഞ കുറേ എന്നെ പൊക്കി വെച്ചിരുന്നു. മൂപ്പര് ആദ്യം അധികാരത്തിൽ കയറി ഉടനെ ഇവരെ പലസ്തീൻ്റെ വിഷയം മറ്റൊക്കെ മിണ്ടുന്നതിൻ്റെ മുമ്പ് ആദ്യത്തെ വർത്തമാനം പറഞ്ഞ ഉടനെയാണ് ആ ഭയങ്കര പ്രസംഗം ഉണ്ടായത്. അപ്പം മൂപ്പര് പറഞ്ഞൊരു കാര്യത്തിൽ ദീനുമായി, അതും പാശ്ചാത്യൻ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായൊരു നെറുകയിൽ നിന്നുകൊണ്ടൊരു മനുഷ്യരിത് വിളിച്ചു പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ് ആ പറഞ്ഞ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മൂപ്പര് പറഞ്ഞ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല, അതും ഞാൻ അവിടെ തന്നെ പറഞ്ഞു. പക്ഷെ എന്നാലും ചിലർ അങ്ങനെ ട്രംപിനെ അള്ളാഹു ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു താത്ത വിട്ടാണ്. എന്തൊക്കെ ഓരോരുത്തർ പറയുന്നേ. നമ്മൾ പറഞ്ഞ വിഷയം എന്താ, ആൺ പെൺ ഈ വിഷയം. കാരണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വിഷയത്തെ ചൊല്ലി ഒരുപാട് സാംസ്കാരിക അരാജകത്വം ലോകത്ത് നടക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവരുടെ നാവിലൂടെ അള്ളാഹു പറയിപ്പിച്ചില്ലേ. പിന്നെ മൂപ്പര് പറഞ്ഞ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് അവിടെ തന്നെ. അതിൻ്റെയൊക്കെ ശേഷം ബാക്കി ഫലസ്തീൻ്റെ വിഷയമൊക്കെ പറയുന്നത് തന്നെ, അത് ഞാൻ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഈ കാണുന്നവൻ അതൊന്നും തിരിയില്ല. ഓൻ കാണുമ്പോൾ അത് മൂപ്പരെ ഇപ്പോൾ പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചാലഞ്ച് ഉണ്ടെന്ന്. കാരണം ഓഡിയൻസ് പലതരം, ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും വിദ്യാഭ്യാസമുള്ളവരും ഉണ്ടെന്ന് നടിക്കുന്നവരും പല തരത്തിലുള്ള ആളുകളല്ലേ. ഇസ്ലാമിൽ തന്നെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. കുറച്ചൊക്കെ ഒരു അഴിവൊക്കെ വേണ്ടേ, തീരെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൽ തന്നെ പല അവാന്തര വിഭാഗങ്ങൾ വരും. ഇവർക്കൊക്കെ മറുപടി പറയണ്ടേ, ഇവരൊക്കെ സംതൃപ്തിപ്പെടുത്താൻ പറയാൻ പറ്റുമോ? അതൊന്നും ഇമ്പോസിബിളാണ്, നടക്കൂല. റബ്ബി ഇഷ്റഹ്ലി സ്വദരി. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവേ, ഈ തെറികളൊക്കെ കേൾക്കാൻ ഹൃദയത്തിന് വിശാലത തരയണമേ. അമ്പിയാക്കന്മാർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത, എന്ത് തെറി വിളിച്ചാലും നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ഒരു പറഞ്ഞോട്ടെ, അത് അവരുടെ ഒരു സുഖമല്ലേ, അവർക്ക് സുഖമാണെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ സന്തോഷിക്കട്ടെ. 4 എഴുത്തെഴുതി പോയ ഒരുത്തിന് ഭയങ്കര സന്തോഷത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? അവരെഴുതിക്കോട്ടെ, പറയുന്നവർക്ക് സന്തോഷം ഉണ്ടാവും, അവർ പറഞ്ഞോട്ടെ. അങ്ങനെ ചിന്തിക്കുന്നൊരു മൈൻഡ് സെറ്റ് പടച്ചോനെ തരണേ എന്നൊരു പ്രബോധകൻ അള്ളാഹിനോട് ചോദിച്ചിട്ട് ഈ പണിക്കിറങ്ങാൻ പറ്റുള്ളൂ. റബ്ബി ഇഷ്റഹ്ലി സ്വദരി. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബിയെയും അവിടെ ഓൺ ദ സ്പോട്ടിൽ തൂക്കിലേറ്റണമെന്ന് ഫറവോക്ക് പറയാൻ പറ്റും, എന്തും കുറ്റം പറയാം. മുസ്ലിംബിക്ക് ഭ്രാന്താന്നൊരു രാജാവ് വിളിച്ചു പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം അങ്ങനെയല്ലേ. അന്നാസു അലാ ദീനി മുലൂക്കി എന്ന് പറയും. ജനങ്ങൾ ഭരണാധികാരികളുടെ ദീനനുസരിച്ചാണെന്ന്. ഭരണാധികാരി സുന്നിയാണെങ്കിൽ ജനങ്ങൾ സുന്നികളായിരിക്കും, മൂപ്പര് വേറെ അങ്ങനെ ആയിരിക്കും. അത് ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്നാണ്. അത് പണ്ടേ പറഞ്ഞു പോരുന്നൊരു ആപ്തവാക്യമാണ്, അന്നാസു അലാ ദീനി മുലൂക്കിഹിം. ഭരണാധികാരികൾ എങ്ങനെയാണ് അനുസരിച്ചായിരിക്കും മനുഷ്യരുടെ പ്രജകളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നാണ്. ഫറോവ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം എന്ന് പറയുന്നത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ വരുന്ന മഹാന്മാരായ അംബിയാഇൻ്റെ തറവാട്ടിൽ വരുന്ന മഹാനാണ് മൂസ നബി അലൈഹിസ്സലാം.
അങ്ങനത്തെ ഒരു മഹാനായ മനുഷ്യനെക്കുറിച്ച് ഭ്രാന്തനെന്ന് അയാൾ പറഞ്ഞില്ലേ? സംസാരിക്കാൻ അറിയാത്ത ആൾ എന്ന് മൂസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞു ഫറോവ. സാഹിറ എന്ന് പറഞ്ഞു, മജീഷ്യനാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രബോധകൻ ഇത് കേൾക്കേണ്ടി വരുമല്ലോ. ഞാൻ ഫറോവിനടുത്തൊക്കെ പോകുന്നത്, അതുകൊണ്ട് അള്ളാഹു നീ എനിക്ക് ആദ്യം തരേണ്ടത് എന്തും സഹിക്കാനുള്ള മനസ്സാണ്. അതാണ് ഇശ്റഹ്ലി സ്വദരി, എൻ്റെ നെഞ്ചിനെ അങ്ങ് വിശാലമാക്കി തരണം. അവിടെ എന്തും കയറി ഉൾക്കൊള്ളാൻ പറ്റണം, അതിനൊക്കെ സ്ഥലം വേണം അവിടെ. അതുകൊണ്ട് മൂസ നബിയുടെ ചോദ്യം വളരെ കൃത്യമാണ്, ആപ്റ്റാണ്, വേണ്ടതാണ് ചോദിച്ചത്. എന്നിട്ട് പറഞ്ഞു വയസ്സിർലി അംരി. ഇതിങ്ങനെ കേട്ടുന്നാൽ പോരല്ലോ, എൻ്റെ കാര്യം എളുപ്പമാവണം. ഞാനൊരു ദഅവത്തിന് പോവാണ്, എനിക്കത് പറയാൻ സാധിക്കണം, ആളുകൾക്കത് കേൾക്കാൻ അവസരം ഉണ്ടാവണം, അവർ സ്വീകരിക്കുക വേണ്ട, അത് വേറെ വിഷയമാണ്. എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണം പടച്ചോനെ. വയസ്സിർലി അംരി, യസ്സിർലി എനിക്ക് എളുപ്പമാക്കി തരണമേ, അംരി എൻ്റെ വിഷയം എളുപ്പമാക്കി തരണേ. പിന്നെ പ്രബോധനം എന്നത് കമ്മ്യൂണിക്കേഷനാണ്, സംസാരിക്കലാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ദീനിൻ്റെ ആശയങ്ങൾ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ, ഓഡിയൻസിനെ മനസ്സിലാക്കി തരാൻ. അപ്പോൾ വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, നാവിൻ്റെ കെട്ടിനെ അഴിച്ചു തരണം. അതൊരു പക്ഷേ നമ്മൾ പറയേണ്ട വാക്ക് നാവിൽ വന്നില്ല, അങ്ങനെ വരാം. പറഞ്ഞ വാക്ക് പിഴച്ചുപോയി, പെട്ടില്ലേ? 4 മണിക്കൂർ നിങ്ങൾ വേദം പറഞ്ഞു വിചാരിക്കുക, ഒരു വാക്കയിൽ പിഴച്ചു പോയാൽ അതല്ലേ ഉണ്ടാവുള്ളൂ, അതല്ലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ, അതല്ലേ ആൾക്കാർക്ക് വേണ്ടൂ. അതല്ലേ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അവസ്ഥ. നെഗറ്റീവ് മെസ്സേജുകൾക്ക് ഭയങ്കര മൈലേജ് ആയിരിക്കും. ആ മെസ്സേജ് തെറ്റായിരുന്നു എന്ന് ഇപ്പുറത്ത് തിരുത്ത് പറയണത് അതും കാണാൻ അത് നിൽക്കൂല, അത് രസമല്ലല്ലോ കേൾക്കാൻ. ബ്ലെയിം ചെയ്യുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം, ആക്ഷേപിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ചു എന്തപ്പോൾ ഇയാൾക്ക് കുഴപ്പമൊന്നും ഇല്ലേന്ന്, ഇപ്പോഴാണ് മനസ്സിലായത് കുഴപ്പമുണ്ടല്ലോ, അൽഹംദുലില്ലാ. ഇങ്ങനെ പറയുന്ന എത്ര ആളുകളുണ്ടാവുമെന്നറിയോ? റബ്ബി ഇശ്റഹ്ലി സ്വദരി, അള്ളാഹു ഹൃദയത്തിന് വിശാലത തരണമേ. വയസ്സിർലി അംരി, കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, നാവിൽ വരുന്ന കെട്ടുകളെ അഴിച്ചു തരണമേ റബ്ബേ. മൂസ അലൈഹി സ്വലാമിന് വിക്കുണ്ടായിരുന്നു, നമ്മൾ പറയുകയുണ്ടായി. വഹ്ൽ യഫ്ഖഹു ഖൗലി, എൻ്റെ വാക്കുകൾ അവർക്ക് കേൾക്കാൻ സാധ്യമാവണം. അമ്പിയാക്കന്മാർ മുഴുവനും അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക്, പുണ്യനബിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ വിളിച്ചു പറഞ്ഞെടുത്ത നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ എന്തൊക്കെ അങ്ങയെ തെറി വിളിച്ചാലും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലത നാം അങ്ങേക്ക് നൽകിയതല്ലയോ? ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്. ഹൃദയവിശാലത ഈമാനിനും ഹിദായത്തിനും വേണ്ടി അള്ളാഹ് വിശാലമാക്കി കൊടുക്കുന്ന വിശാലത ഉണ്ട്, കുഫ്റിന് വിശാലമാകുന്നതുണ്ട്. ഏത് കുഫ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം, ഏത് നിരീശ്വര ആശയങ്ങളെയും ഉൾക്കൊള്ളാനും അതിന് ക്ലാപ്പ് ചെയ്യാനും അതിന് ലൈക്ക് ചെയ്യാനും പറ്റുന്ന വിധം ഹൃദയം വിശാലമാകുന്നവരുമുണ്ട്. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹിദായത്തിൻ്റെ വിഷയത്തിലേക്കുള്ള വിശാലതയെപ്പറ്റി പറഞ്ഞിടത്തൊക്കെ അള്ളാഹുദ് ചെയ്യുന്ന പറയാം, മറ്റത് അവർ തന്നെ ചെയ്യുന്ന പണിയാണെന്നാ പറയാം. കുഫറിൻ്റെ അടുത്ത് പറഞ്ഞിടത്തൊക്കെ അഫമൻ ഷറഹ സദ്റഹു ബിൽ കുഫർ, കുഫറിന് വേണ്ടി സ്വന്തം ഹൃദയത്തെ പാകപ്പെടുത്തിയവർ എന്നതിൻ്റെ അർത്ഥം. ഹിദായത്തിനെ പറ്റി പറഞ്ഞിടത്തൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കുന്നതെന്നാ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فلعلك تارك بعض ما يوحى إليك وضائق به صدرك أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير والله على كل شيء وكيل. നബിയെ, അങ്ങേക്ക് നാം വഹി നൽകുന്ന വിഷയങ്ങളിൽ ചില വിഷയങ്ങളെ പറയാതെ അങ്ങ് മാറിപ്പോയേക്കും. ഇത് പറഞ്ഞാൽ പ്രശ്നമാവും, ഉണ്ടണ്ട എന്ന് അങ്ങേക്ക് തോന്നിപ്പോയേക്കും ചിലത്. ഫലഅല്ലക താരികുൻ ബഅദ മാ യൂഹാ ഇലൈക് വളായിഖും ബിഹി സദ്റുക്. കാരണം അയ്യഖൂലു, നിങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞേക്കും അയ്യഖൂലു ലൗലാ ഉൻസില അലൈഹി കൻസുൻ, ഇതെന്താ ഒരു മിസ്കീനായ നബി, ഇതെന്താ ഒരു പൈസ ഇല്ലാത്ത ആള്, ഈ നബിക്കെന്തേ അള്ളാഹു നിധി ഇറക്കി കൊടുക്കാതിരുന്നത്?
ഔ ജാഅ മഅഹു മലക്ക്, ഈ നബിൻ്റെ കൂടെ ഒരു മലക്ക് ഇങ്ങനെ ബോഡി ഗാർഡായിട്ടൊക്കെ വരണ്ടേ, അപ്പോഴല്ലേ ഒരു നബിയാന്നൊക്കെ ഞങ്ങൾക്ക് തോന്നുള്ളൂ എന്നൊക്കെ ആളുകൾ പറയുമെന്ന് പേടിച്ച് നബിയെ ചിലത് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ തോന്നിയേക്കാം, അതൊന്നും ചെയ്യരുത്, തുറന്നു പറഞ്ഞോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 360 ദൈവങ്ങളെ കഅബൻ്റെ ഉള്ളിലും കഅബൻ്റെ പുറത്തുമായിട്ട് ജാഹിലിയ്യ കാലത്തെ മക്കക്കാർ പൂജിച്ചിട്ടുണ്ട്. ഇതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു പടച്ചോ മതി എന്നാണ് നബി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 10 ആണെങ്കിൽ 1 എന്നൊക്കെ നമുക്ക് സമ്മതിക്കാം, 5 മാറ്റി 1 പറയുന്നതെങ്കിലും ഓക്കെ. ഇത് 360 ദൈവങ്ങളുണ്ട് കഅബൻ്റെ ഉള്ളിലും കഅബൻ്റെ ചുറ്റും മാത്രമായിട്ട്, അന്നത്തെ കാലം ജാഹിലിയ കാലം. അങ്ങനെയാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ് ചോദിച്ചത്, ഈ 360 ദൈവങ്ങളെ കളഞ്ഞിട്ട് ഒരു പടച്ചോ മതി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അത് ശരിയാവുക? സുബ്ഹാനല്ലാഹ്. അപ്പം നബി തങ്ങൾക്ക് വിഷമമുണ്ടാവും, തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ വിഷമം വരും. ഇതൊരു കേൾക്കുമോ? അവരെൻ്റെ പിന്നാലെ കൂടുമോ? അവരെന്നെ ചീത്ത വിളിക്കോ? എന്നെ പരിഹസിക്കോ? ഇതിപ്പോൾ പറയണ്ടല്ലേ എന്നൊക്കെ തോന്നിയേക്കും. ഇന്നമാ അൻത നദീർ, നബിയെ അങ്ങ് താക്കീത് നൽകുന്ന എൻ്റെ റസൂലാണ്, അത് മറന്നു പോവരുത്. നിങ്ങളെ താക്കീത് ചെയ്യാനാണ് പറഞ്ഞേക്കണത്, അത് നിങ്ങൾ ചെയ്തിരിക്കണം. അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കെ അവർ പല കമൻറ്റും പറഞ്ഞേക്കും, മൈൻഡ് ചെയ്യണ്ടാന്ന്. ഇന്നമാ അൻത നദീർ, അങ്ങ് അള്ളാഹുവിൻ്റെ നദീറായ റസൂലാണ്, അങ്ങ് താക്കീത് ചെയ്യാൻ വന്നവരാ. പിന്നെ മനുഷ്യന്മാർക്കൊക്കെ വായും വിരലുണ്ടെങ്കിൽ പറയും എഴുതും ചെയ്യും, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? വല്ലി എന്ത് ചെയ്യാം? ഞാനൊരു കമൻറ്റും വായിക്കില്ല, അത് വായിച്ചാൽ നമുക്ക് തലപ്പിരാന്തി വരും. ഒരു കമൻറ്റും വായിക്കില്ല. പിന്നെ മനുഷ്യന്മാർക്കൊരു ബുദ്ധി വേണം. ഒരു മനുഷ്യർ കാര്യം പറയുമ്പോഴേ, ഏത് കാര്യമാണെങ്കിലും ചിലരെന്താ അറിയോ, ആ വീഡിയോ എന്താ പറയണത്, ആ മൂല്യർ എന്താ പറയണത്, ആ ശാസ്ത്രജ്ഞൻ എന്താ പറയണത്, ആ രാഷ്ട്രീയക്കാരൻ എന്താ പറയണത്, അത് കേൾക്കാതെ വേഗം താഴത്തേക്ക് എന്താ പറയണത് നോക്കും. നമുക്കൊരു ബുദ്ധിയില്ലേ? ഈ താഴത്ത് എഴുതിയോണ്ട് ബുദ്ധി തന്നെ വേണോ നമുക്ക് വായ്പെടുക്കാൻ? അത് കേട്ടാൽ നമുക്ക് ബോധ്യപ്പെടില്ല എന്തായി പറയണത്. മനുഷ്യൻ അതല്ലേ ചിന്തിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കട്ടെ എന്തായി പറയണത്, ഇതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം വല്ലോനും മനസ്സിലാക്കിയത് ആ ഛർദ്ദിച്ചത് നമ്മൾ തലയിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഒരു കാര്യം കേട്ടാൽ മനസ്സിലാവും എന്താണ് ഈ പറയണത്. നമ്മളത് കേൾക്കാൻ നിൽക്കുന്നില്ല. ഞാൻ താഴത്തേക്ക് നോക്കുക, എന്താ കമൻറ്റ്, ഓ ഭയങ്കര കമൻറ്റാട്ടോ, നോക്ക് തന്നെ ചെയ്യരുത്. കാരണം ഇതൊക്കെ ചില ആളുകൾക്ക് പ്രോത്സാഹനമാണ്, ഇങ്ങനെ തോന്നിയവസ്ഥ എഴുതി വിടാൻ. അങ്ങനെ ആക്കിക്കളയരുത്. മനസ്സിലാവാത്ത കാര്യമാണെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ചില വിഷയങ്ങൾ എന്തായി പറയണത്. ഇന്നമാ അൻത നദീർ, നബിയെ അങ്ങ് മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്, അങ്ങ് താക്കീതുകാരനാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാ കാര്യത്തിനും അള്ളാഹിനെ ഏൽപ്പിച്ചാൽ മതി. ഇവരാര് അള്ളാഹു കൈകാര്യം ചെയ്യും. ഇവരെന്ത് ചെയ്യും? അള്ളാഹു ഏറ്റെടുക്കും. പിന്നെ എന്തിനങ്ങ് വിഷമിക്കുന്നത്? ഇങ്ങനെ പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പരീക്ഷണങ്ങൾ വരുമെന്ന് ഖുർആൻ തന്നെ പറയണം. ഇതിനൊക്കെ ഭയങ്കര കൂലി കൊടുക്കുന്നത് ദഅവത്ത് ചെയ്യുന്നവർക്ക്, അമ്പിയാക്കന്മാർക്ക്, പ്രബോധനം ചെയ്യുന്നവർക്ക്, അള്ളാഹിൻ്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്യുന്നവർക്ക് ഭയങ്കര കൂലിയാണ്. ഒരു മനുഷ്യന് ഒരു നല്ല കാര്യം പഠിച്ചാൽ കൂലിയല്ലേ? അത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും കുറേ തെറി കേൾക്കുമ്പോഴല്ലേ കൂലി കൂടുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്നതാണ്. ഇത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അല്ലാഹുവേ നൽകണേ എന്ന് ചോദിച്ച നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. കൽബങ്ങട്ട് വിശാലാക്കിക്കൊണ്ട്, റബ്ബേ ഞാനൊരു വല്ലാത്തൊരു ശൈത്താൻ്റെ മുമ്പിലേക്കാണ് പോകുന്നത്. ആ ഫിർഔൻ്റെ കൂടെ ഒരുപാട് ശയാത്തീൻ വേറെയുണ്ട്, അതുകൊണ്ട് എൻ്റെ കൽബിന് വിശാലത ആദ്യം തരണം. മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഫസ്ദഅ ബിമാ തുഅ്മർ വഅഅ്രിദ് അനിൽ മുശ്രികീൻ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ الذين يجعلون مع الله إلها آخر فسوف يعلمون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين. വളരെ മനോഹരമായ ആയത്തുകളാണ്. ഫസ്ദഅ ബിമാ തുഅ്മർ, നബിയെ അങ്ങയോട് എന്താണോ ഞാൻ കൽപ്പിക്കുന്നത് അത് അങ്ങ് ഉറക്കെ പറഞ്ഞോളൂ. വഅഅ്രിദ് അനിൽ മുശ്രികീൻ, മുശ്രിക്കീങ്ങൾ പറയുന്നത് കേൾക്കാതെ അങ്ങ് മുഖം തിരിച്ചു കളഞ്ഞേക്കണം. അങ്ങ് ഉറക്കെ പറയാം. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, കാര്യം പറഞ്ഞിട്ടും കളിയാക്കുന്നവരുണ്ടാവും. അവരെ
നാം കൈകാര്യം ചെയ്യും നബിയെ. അള്ളാഹുവിൻ്റെ വാക്കാണത്. ഇന്നാ കഫൈനാക്ക, അങ്ങേക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു അൽ മുസ്തഹ്സിഈൻ, പരിഹസിക്കുന്ന മുഴുവൻ ആളുകളെയും. സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നവർ, ഇവർക്കൊക്കെ അള്ളാഹു പണി കൊടുക്കും. അള്ളാഹു ദീനിൻ്റെ ദഅവത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അനാവശ്യമായി കയറി എന്തെങ്കിലും പറയുക, കളിയാക്കുക, പരിഹസിക്കുക, കമൻ്റ് ഇട്ട് പോവുക. അള്ളാഹു കാണില്ലേ ഇതൊക്കെ? ഒരുപക്ഷെ പറയുന്നിടത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി തിരുത്ത് പറഞ്ഞു കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇന്ന വിഷയത്തിൽ തെറ്റുണ്ട്, തെറ്റ് പറയാം, അതൊക്കെ നല്ലതാണ്, തെറ്റുകൾക്കും വേണം, അതനുസരിക്കും വേണം, തിരുത്തും വേണം. പക്ഷെ അതൊന്നുമല്ല, നമുക്കെന്തോ രസമായിട്ട് തോന്നുന്നില്ല, നമുക്കെന്തോ മനസ്സിലാക്കിയതിനെതിരാണ് ഈ പറയുന്നത്, അപ്പം അങ്ങ് അടിച്ച് ആക്ഷേപിക്കുക. ഇന്നാ കഫൈനാക്ക്, അവരെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന നബിയെ. അത് കാര്യം അങ്ങ് ടെൻഷനെ അടിക്കണ്ട. അതാണ് ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. അന്നും പരിഹസിക്കുന്നവരുണ്ടല്ലോ, ഇന്നുമുണ്ട്. ആരായി പരിഹസിക്കുന്നവർ? അല്ലദീന യജ്അലൂന മഅല്ലാഹി ഇലാഹൻ ആഖറ ഫസൗഫ യഅലമൂൻ. ബഹുദൈവ ആരാധന ചെയ്യുന്നവരും അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്യുന്നവർ, അവരങ്ങേ കളിയാക്കുന്നുണ്ട്. ഫസൗഫ യഅലമൂൻ, അവർക്ക് പിന്നീട് മനസ്സിലാവും എന്തായിരുന്നു അവരുടെ കർമ്മത്തിൻ്റെ അനന്തരഫലമെന്ന്. ഇനി പറയുന്ന നോക്കൂ, വലഖദ് നഅലമു, നമുക്കറിയാം, അന്നക യദീഖു സദ്റുക്, അങ്ങയുടെ മനസ്സ് ഇടുങ്ങിപ്പോകുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് നബിയെ. എന്തുകൊണ്ടെന്നറിയോ? ബിമാ യഖൂലൂൻ, അവർ പറയുന്ന ചില കമൻ്റ് കേട്ടിട്ട് നബിയെ അങ്ങയുടെ മനസ്സിൽ വിഷമുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട് നബിയെ. നമ്മൾ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കേണ്ട, നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഇപ്പുറത്ത് വേറെ ചാനൽ തുടങ്ങൊന്നും വേണ്ട. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിങ്ങൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ചൊല്ലിക്കോളൂ നബിയെ. അള്ളാഹു കൊടുക്കുന്ന ടാസ്ക് നോക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്: സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ്, എല്ലാറ്റിനും സ്തുതി അള്ളാഹുവിനാണ്, വകുൻ മിനസ് സാജിദീൻ, അങ്ങ് സുജൂദ് ചെയ്യണം നബിയെ, സുജൂദ് ചെയ്യണം, സുജൂദിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, തഹജ്ജുദ് ഉണ്ടാവണം. വകുൻ മിനസ് സാജിദീൻ, ഇത്ര ചെയ്താൽ മതി. പരിഹസിക്കുന്നവരെ കാര്യം ഞാൻ ഏറ്റു, അങ്ങക്ക് വിഷമുണ്ടെന്ന് എനിക്കറിയാം നബിയെ. അള്ളാഹു പറയാണ്, അങ്ങയുടെ മനസ്സ് ഇടുങ്ങുന്നുണ്ട് അവർ പറയുന്നത് കേട്ടിട്ട്. നമ്മൾ അറിയുന്നുണ്ട് എന്ന് ആരും അറിയുന്നില്ല എന്ന് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. വഅബ്ദു റബ്ബക്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണേ നബിയെ. ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ. അവിടെ യഖീൻ എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് എന്നാണ് അർത്ഥം. ഡിക്ഷണറി വെച്ച് അർത്ഥം വെച്ചാലേ ബോധം വരുന്നവരെ നിസ്കരിച്ചാൽ മതി എന്ന് അർത്ഥം വെച്ചോ. എനിക്കിപ്പോൾ ബോധിച്ചുകൾ പഠിച്ചുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നിസ്കാരം നിർത്തിപ്പോവും. യഖീൻ എന്ന് പറഞ്ഞതിനർത്ഥം അൽ മൗത്ത് എന്നാണ്. അതായത് തഫ്സീർ പഠിക്കണമെന്ന് പറയാം. യഖീനർത്ഥം അൽ മൗത്ത്. കാരണം ലോകത്ത് വരുമെന്ന് ഉറപ്പുള്ള ഒരൊറ്റ സാധനമുള്ളൂ, ബാക്കി വരാതിരിക്കാം. മരണം അതിൻ്റെ ടൈമിനെത്തും. അതുകൊണ്ട് മരണത്തിനിട്ട പേരാണ് യഖീൻ, ഉറപ്പുള്ള സാധനം. മരണം വരുന്നത് വരെ അങ്ങ് ഇബാദത്തിൽ കഴിയണം നബിയെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻ ലിതുൻദിറ ബിഹി വദിക്റാ ലിൽമുഅ്മിനീൻ. ഇത് അല്ലാഹു അങ്ങേക്ക് ഇറക്കി തന്ന കിതാബാണ്, പരിശുദ്ധ ഖുർആനാണ്. ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു, ഖുർആനിലുള്ള വിഷയങ്ങളെ ആലോചിച്ച് നബിയെ അവരെന്ത് വിചാരിക്കുമെന്ന ധാരണ കൊണ്ടോ ആലോചന കൊണ്ടോ ഒരു വിഷമവും അങ്ങയുടെ മനസ്സിന് വരരുത്. ലിതുൻദിറ ബിഹി, അങ്ങ് താക്കീത് ചെയ്യാൻ അല്ലാഹു അങ്ങേക്ക് നൽകിയ ഗ്രന്ഥമാണിത്. വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഓർമ്മിപ്പിക്കാനുമുള്ളതാണിത്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ് താക്കീതുകാരനായിട്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് നീ ഹൃദയത്തിന് വിശാലത തരണേ പടച്ചോനെ. ഹൃദയവിശാലത അള്ളാഹു തരുന്നതാണെന്ന് മനസ്സിലാക്കിയത് എവിടുന്ന? ഖുർആൻ്റെ ചില ആയത്തുകളാണ് അതിന് കാരണം പറയാം. അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നത് നാമല്ലയോ നബിയെ? അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയം അങ്ങേക്ക് വിശാലമാക്കിയത് നശ്റഹ്, നാമല്ലയോ വിശാലമാക്കിയത്? അള്ളാഹുവിൻ്റെ ജലാലത്തിനെ മനസ്സിലാക്കി തരാൻ അള്ളാഹു ബഹുവചനത്തിലാണ് ഉപയോഗിച്ചത്. പ്ലൂറൽ ഓഫ് റെസ്പെക്റ്റ് എന്ന് പറയില്ലേ, ബഹുമാനത്തിൻ്റെ ബഹുവചനമാണ് അലം നശ്റഹ്. അലം അഷ്റഹ് എന്നാണ് പറയേണ്ടത്, അലം നശ്റഹ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫിഅലുകൾ വരുമ്പോൾ, കർമ്മങ്ങൾ വരുമ്പോൾ അള്ളാഹു ബഹുവചനം ഉപയോഗിക്കും. കാരണം ഒരു കർമ്മം സംഭവിക്കാൻ അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫാത്തുകൾ അവിടെ ഇടപെടുന്നുണ്ട്. ഒരു കർമ്മം സംഭവിക്കാൻ
ഒരു ഫിഅൽ എന്ന് പറയുന്നത് ഒരുപാട് അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ വിശാലമാക്കി തന്നു എന്ന് പറഞ്ഞാൽ അൽ ബാസിത്ത് സുബ്ഹാന, അള്ളാഹുവാണ് വിശാലമാക്കുന്നവൻ. ഹൃദയത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അറിയണം. അലീമാണ് അള്ളാഹു. ഹൃദയം വിശാലമാക്കുമ്പോൾ ലൊറും നഫ്ഉം അവിടെ വരും. ളാറുൻ നാഫിഅ അള്ളാഹുവാണ്. അതിൻ്റെ അനന്തര ഫലം എന്താണ് അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് മുൻചഖിമായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫത്തുകൾ കൂടിച്ചേരുന്ന വിഷയമാണ് ഫിഅലുകൾ, കർമ്മങ്ങൾ. അതുകൊണ്ടാണ് വവളഅനാ അൻക വിസ്റക് ഇങ്ങനെ പറഞ്ഞു, വറഫഅനാ നമ്മൾ ഉയർത്തിയില്ലയോ എന്നൊക്കെ അള്ളാഹു തആല ഫിഅലുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുവചനമാണ് ഉപയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു വിശാലത, വലിയൊരു തൗഫീഖ് എന്ന് പറഞ്ഞത് ഹൃദയ വിശാലതയാണ്. വലൗ കുൻത ഫദ്ലൻ ഗലീളൽ ഖൽബ് വലൗ കുൻത ഫദ്ലൻ ഗലീളൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ലൻ ഗലീളൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. അള്ളാഹു നൽകുന്ന റഹ്മത്ത് കൊണ്ടാണ് നബി അങ്ങയുടെ മനസ്സിന് ആ വിശാലതയുണ്ടായത്. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം, പടച്ചോനെ ഹൃദയ വിശാലത തരണമേ. പ്രത്യേകിച്ച് എപ്പോഴെന്നറിയോ, ഒരുപാട് ആളുകളെ നമ്മൾ കാണുകയോ ഒരുപാട് ആളുകളുമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്ന അവസ്ഥകളോ നമുക്ക് വന്നാൽ, നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് ആൾക്കാരെ കാണേണ്ടി വരുന്നു. നിങ്ങളൊരു സൂപ്പർവൈസറാണ്, കുറേ എംപ്ലോയീസിനെ കാണേണ്ടി വരുന്നുണ്ട്. നിങ്ങളൊരു പബ്ലിക്കിൽ നിൽക്കുന്ന ആളാണ്, കുറേ ആൾക്കാരെ കാണേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ആളുകളെ കാണുമ്പോഴേ മനസ്സിനൊരു മടുപ്പ് വരും. അപ്പം മനുഷ്യൻ ഫോൺ എടുക്കാണ്ടാവും, അപ്പം മിണ്ടാണ്ടാവും, കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കാൻ തോന്നിപ്പോകും, ഇനി പുറത്തിറങ്ങുന്നില്ല എന്ന് തോന്നിപ്പോകും, വേണ്ടാന്ന് തോന്നിപ്പോകും, മടുപ്പ് വരും. ആ മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും ഓരോ പ്രസ്ഥാനങ്ങളാണ്. എല്ലാവർക്കും നല്ല ബിരിയാണി കിട്ടി, ഒരു കച്ചവടം തുടങ്ങിയിട്ടേ, ഒരാൾ വന്ന് കഴിച്ചപ്പോൾ എന്തോ അയാൾക്ക് എന്നൊരു മുടി കിട്ടുകയോ അല്ലെങ്കിൽ വേവാത്ത ഇറച്ചി കഷ്ണം കിട്ടുകയോ ചെയ്താൽ 1000 ആൾ കഴിച്ചതല്ല അവിടെ വിഷയമാവുക. ഈ ഒരൊറ്റ മനുഷ്യൻ്റെ റിപ്പോർട്ടായിരിക്കും അവിടെ പുറത്തു പോവുക. അപ്പോൾ ഈ 1000 ആളുകൾക്ക് നല്ലത് കിട്ടിയല്ലോ എന്ന് അവിടെ ചിന്തിക്കില്ല. ഒരു മനുഷ്യനുണ്ടായ വിഷമമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. ഓരോ വ്യക്തിയും അയാൾ മോശക്കാരനാണ്, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, അപ്പോൾ അയാളെ മുമ്പ് 1000 ഫോൺ ഇയാൾ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യൻ്റെ വികാരവും ആ മനുഷ്യൻ്റെ ചിന്തകളുമാണ് വളരെ മോശമായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. ഒരു മനുഷ്യനും ലെഫ്റ്റ് ഔട്ട് ആവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ആയിഷ ബിഇസ റജുലുൽ അഷീറത്തി ഹുവ, ആ വരുന്ന ആളെ എന്താണാവുക, അയാൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനൊന്നും പറ്റാത്ത ആളാണല്ലോ. നബി തങ്ങളെ കാണാൻ വേണ്ടി വരിക. അപ്പോൾ തങ്ങൾ ആയിഷ ബിയോട് പറഞ്ഞു, ഒരാൾ വരുന്നുണ്ട്, എൻ്റെ സമയം പോകും, ആൾ നല്ലൊരു ഗുണമുള്ള മനുഷ്യനൊന്നും അല്ല, തങ്ങൾക്കറിയാമത്. ആൾ വന്നു, സലാം പറഞ്ഞു. നബി തങ്ങൾ സലാം പറഞ്ഞ് കൈ കൊടുത്ത് സ്വീകരിച്ചു, അവിടെ പിടിച്ച് ഇരുത്തി. തങ്ങൾ കൗതുകത്തോടുകൂടെ ഇയാളുടെ മുഖത്ത് നോക്കി കുറേ സംസാരിച്ചു. അപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ ഇങ്ങനെ ഇത് കാണുകയാണല്ലോ. അങ്ങനെ അയാളുടെ വർത്താനമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിച്ചു, പൊന്നാര നബിയെ, നിങ്ങളല്ലേ ഇപ്പം പറഞ്ഞത് ഇയാൾ വളരെ മോശം സ്വഭാവക്കാരനാണ്, എത്ര സമയം അയാളുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നു കൊടുത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, ആയിഷ, ഞാനൊരു മോശപ്പെട്ട സ്വഭാവക്കാരനാണെന്ന് അയാൾ എന്നെപ്പറ്റി വിചാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു മനുഷ്യനെ നബി നിങ്ങൾ മൈൻഡ് ചെയ്യണത്, തങ്ങൾക്കറിയാം അയാൾ ഗൗനിക്കേണ്ട ആളൊന്നും അല്ല. പക്ഷേ അയാൾക്ക് നബി തങ്ങളെക്കുറിച്ച് അയാളെങ്കിലും പറയില്ലേ നബി തങ്ങൾ മോശ സ്വഭാവക്കാരനാണ്? അത് തങ്ങളുടെ ദഅവത്തിനെ ബാധിക്കൂലേ? അത് തങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കൂലേ? അതുണ്ടാവാൻ പാടില്ല. ഈ ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. നമുക്ക് ഞാൻ മക്കളോടൊക്കെ കുറേ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഭ്രാന്തൊക്കെ വരും, ചിലപ്പോൾ അല്ലേ ഉസ്മാൻ? അങ്ങനെ തോന്നിയെന്നോ? നാട്ടിൽ വല്ല ആവേശത്തിൽ പോയ ആദ്യത്തെ 2 മാസമൊക്കെ ഭയങ്കര പിരിസായിരിക്കും അല്ലേ? കാസർഗോഡ് ഭാഷയിൽ പിരിസെന്ന് പറയാം. പിന്നെ ചിലപ്പോൾ കയ്യിലെ പൈസയൊക്കെ തീരും, പിന്നെ കടം വാങ്ങിക്കേണ്ടി വരും, പിന്നെ 4 മാസം ഇഞ്ഞു ലീവുണ്ട്. പടച്ചോനെ മുതലാളി വിളിച്ചാൽ പോകായിരുന്നല്ലോ, മുതലായിട്ട് വിളിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കുണ്ടാവും കാണുമ്പോഴും കാണുന്നതിനും എടുത്തതിനും പിടിച്ചതിനൊക്കെ ഒരു വെറുപ്പും ദേഷ്യവും അല്ലെങ്കിൽ ഒരു വിമ്മിഷ്ടവും ഒരു ഇഷ്ടക്കുറവൊക്കെ നമ്മൾ കാണിച്ചു പോവും. സ്വാഭാവികമല്ലേ? ഇപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വളരെ വിഷമായി പോവും. അപ്പോൾ ആദ്യം വന്ന് സന്തോഷമൊന്നും ഉണ്ടാവില്ല. റബ്ബി ഇശ്റഹ് ലി സദ്രി, പടച്ചോനെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
എൻ്റെ മക്കൾ എന്നെപ്പറ്റി മോശം വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് റബ്ബേ, എൻ്റെ കുടുംബം എന്നെപ്പറ്റി മോശം വിചാരിക്കരുത് റബ്ബേ, എൻ്റെ കൽബിന് വിശാലത താ റബ്ബേ. കയ്യിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ കൽബിന് വിശാലത ഉണ്ടായാൽ പോരെ. അൽഹംദുലില്ലാ. ഒരു മടുപ്പ് വരാതിരിക്കുക, ഒരു വെറുപ്പ് തോന്നാതിരിക്കുക, ഒരു വിമ്മിഷ്ടം, ഒരു ഹെസിറ്റേഷൻ തോന്നാതിരിക്കുക, ഇതൊരു വലിയ ഘടകമാണ്. പ്രത്യേകിച്ച് ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരാളെയും വെറുപ്പിക്കാതിരിക്കുക. അതുകൊണ്ടാണ് അലം നശ്റഹ് ലക സുദ്റക്, പൊന്നാര നബിയെ, അള്ളാഹു അങ്ങയുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലയോ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ പരാജയപ്പെടുന്ന ആദ്യത്തെ പരാജയം മനുഷ്യൻ സ്വയം വരുത്തി വെക്കുന്ന പരാജയമാണ്. സ്വന്തം നഫ്സിൽ, മനസ്സിൽ വരുന്ന പരാജയമാണ്. എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് പോകാൻ കഴിയുന്ന മനസ്സുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മളാകെ തളരും. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അലം നശ്റഹ് ലക സുദ്റക്. ഇത് വിശാലമാക്കി തരുന്നത് അള്ളാഹു ജല്ല ജലാലു മാത്രമാണ്. അള്ളാഹു ചെയ്യുന്ന പണിയാണത്. കുഫ്രിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റ. അങ്ങനെയാണ് ആയതോ, നേരത്തെ പറഞ്ഞത് മാറി. വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റ ഫഅലൈഹിം ഗളബും മിനല്ലാഹി വലഹും അദാബുൻ അദീം. വമൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി. ഇത് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെ കുറിച്ച് വന്നതാണ്. മഹാനവറുകൾ മക്കയിലൂടെ അങ്ങനെ നടന്നു വരുമ്പോഴേ ഖുറൈശികൾ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മഹാനായ അമ്മാർ ഇബ്നു യാസിർ എന്നവരുടെ ഉപ്പയും ഉമ്മയും ശുഹദാക്കളാണ്. മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ ബിൻത് ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ, യാസിർ എന്നവരുടെ ഉമ്മയുപ്പയാണ്. നമുക്കൊരു മംഗലാപുരത്തെ യാസിറോട് ഇരിക്കുന്നുണ്ട്. യാസിറല്ലത്? കുറേ യാസിർമാരുണ്ടാവും. മാഷാ അല്ലാഹ്. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് യാസിറുള്ളവർ. അൽഹംദുലില്ലാ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇഷ്ടപ്പെട്ട സഹാബിയാണ് അമ്മാർ ഇബ്നു യാസിർ എന്നവർ. ഉപ്പയും ഉമ്മയും ഷഹീദ്. അതൊക്കെ കണ്ട് മകൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അവർ ടോർച്ചർ ചെയ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി. സുമയ്യ ബീവിനെയൊക്കെ എന്താണതൊക്കെ, എങ്ങനെ നമ്മൾക്ക് പറയാ? ഇസ്ലാമെന്ന് പുറത്തു പോരുന്നില്ലേ? പോരൂല എന്ന് പറഞ്ഞപ്പോൾ കുന്തെന്ന് പറഞ്ഞ സാധനം ഇരുമ്പുകൊണ്ടുണ്ടാക്കുന്ന സാധന, അതിൻ്റെ അഗ്രഭാഗം തീയിൽ പഴുപ്പിച്ച് മഞ്ഞ നിറമാക്കി സുമയ്യ ബീവിയുടെ ശരീരത്തിൻ്റെ രഹസ്യഭാഗത്ത് കുത്തിയിറക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബേണായിട്ട് ഷഹീദത്തായ മഹദിയാണ് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗല്ലേ, അള്ളാഹു കൊടുക്കുന്ന ഹിമ്മത്ത് നോക്കണം. ഇത് ഹൃദയവിശാലതിൻ്റെ വേറൊരു തലമാണ് കേട്ടോ. നമുക്കത് വഴിയെ ചർച്ച ചെയ്യേണ്ട സമയമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് അഹ്ലൻ റമളാനാണ് ഇൻഷാ അല്ലാഹ്. അതായത് ഒരു ഉറുമ്പ് കടിച്ചാൽ മനുഷ്യൻ പെടഞ്ഞേക്കും. ഉറങ്ങുമ്പം മൂട്ട കടിച്ചു, നമ്മൾ ഒന്ന് ചൊറിഞ്ഞേക്കും. ഒരു ഉറുമ്പ് കാലിൽ കടിച്ചു, നമ്മൾ മലപ്പുറത്തൊക്കെ പുളിയുറുമ്പ് എന്നൊക്കെ പറയും, നല്ല വേദനയായിരിക്കും കടിച്ചാൽ. അല്ലെങ്കിൽ കാട്ടുറുമ്പ് എന്നൊക്കെ പറയും അല്ലേ, കറുത്ത ഉറുമ്പ്. കടിച്ചാൽ ഭയങ്കര കടച്ചിലായിരിക്കും. ഒന്ന് പെടയും, ഒന്ന് ഇട്ട് ഓടും, ഒന്ന് ഒരതും ഒക്കെ ചെയ്തേക്കാം. പക്ഷേ ഇതേ ആളുകൾ നന്മയ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി നിലകൊണ്ട് ഒരു രാജാവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ ചെന്ന് ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെടുമ്പോൾ അനങ്ങാതെ നിൽക്കുവർ. ആ വേദന അറിയില്ല. അള്ളാഹു കൊടുക്കുന്ന ഹിമ്മത്താണത്. അങ്ങനെ എത്ര മഹത്തുക്കൾ നമ്മുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിന്ന അനങ്ങൂല. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി അങ്ങനെ നിന്നൊരു മഹാനാണ്. ജബലും മിൻ ജിബാലിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പർവ്വതങ്ങളിൽപ്പെട്ട പർവ്വതമാണ് അഹ്മദ് ഇബ്നു ഹംബൽ എന്നൊരു പറയും. അങ്ങനത്തെ മഹാനാണ്. ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് ദേഹത്തൊക്കെ മുറിവ്, ചോരപ്പാടുകളാണ്. അങ്ങനെ ആ മുറിവ് മാറിയിട്ട് മോന് ശരീരത്തിലുണ്ടായ മുറിവിലിങ്ങനെ കൈയിട്ടിട്ട് കുഴിയിൽ കൈയിടുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നുണ്ട്. മോൻ വാപ്പാൻ്റെ ദേഹത്ത് ചാട്ടവാറടിച്ചിട്ട് കുഴിയായിട്ടേ. അള്ളാൻ്റെ കലാം ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്നത്തെ ഭരണാധികാരികൾ, മഅ്മൂൻ രാജാവടക്കം, മുഅ്തസിം ബില്ലടക്കം അവരൊക്കെ അടിച്ചു, ജയിലിൽ കടന്നു. അനങ്ങിയില്ല എന്നാ. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങളൊന്ന് വേദനിക്കണ പോലെ ഒന്ന് കാണിച്ചുകൂടെ, എന്നാലെങ്കിലും ഒരു അടി കുറച്ച് കുറക്കൂലെന്ന് ചോദിച്ചു. സത്യം ദുർബലമാണെന്ന് അവർ വിചാരിച്ചു പോകുന്നു.
സത്യം അജയ്യമാണ്, അതുകൊണ്ട് ഞാൻ അനങ്ങൂല എന്നാണ്. അങ്ങനെ ചോരയോടുകൂടെ ഉളുർത്ത് നിസ്കരിച്ച മഹാനാണ്. ചോരൊരിക്കുമ്പോൾ രക്തമല്ലേ, നജസ്സല്ലേ, നിസ്കാരം ശരിയാവോ? പക്ഷേ മഹാനവറുകൾക്ക് വേറെ നിവൃത്തില്ല. ആ ചോര നിൽക്കുമ്പോഴേക്കും നിസ്കാരം കളാവും, ദിവസം തീരും, അത്രയും ചോരൊലിക്കുന്നുണ്ട്. അങ്ങനെ രക്തത്തോടുകൂടെ ഉളുർത്ത് നിസ്കരിച്ച മഹാനാണ്. ജയിലിൽ കിടന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ അള്ളാഹു നൽകുന്ന ഹിമ്മത്തും ഹൃദയവിശാലതയുടെ വളരെ മനോഹരമായ ഉന്നതമായ തലങ്ങളുമാണ്. അവർക്ക് ഉറുമ്പടിച്ച വേദന ഉണ്ടാവും, പക്ഷേ ഈ വേദനയ്ക്ക് അവർ വേദനിക്കൂല. കാരണം അത് ഖൽബ് കൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ എന്നവർ മഹാൻവർ വരുമ്പോഴേ ഖുറൈശികളെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇപ്പം പറയണം നീ മുസ്ലിം അല്ല എന്ന് പറയണം, എന്നാലേ വിടുള്ളൂ എന്ന് പറഞ്ഞു. ഉമ്മയും വാപ്പി ഷഹീദായി മരിച്ചവരാ. അങ്ങനെ മഹാനവറുകൾ ചെറുപ്പക്കാരനല്ലേ, ഞാൻ ഇസ്ലാം വിട്ടു എന്ന് പറഞ്ഞു. എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്നു ഹബീബിൻ്റെ മുമ്പിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, ഒരബദ്ധം പറ്റിപ്പോയി നബിയേ, പറ്റിപ്പോയി, ഞാൻ എന്തു ചെയ്യും, എന്താണ് അമ്മാറെ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നോടവർ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇസ്ലാം വിട്ടു എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. കൈഫ ഖൽബുക്, ഖൽബിൽ എന്താണെന്ന് ചോദിച്ചു. മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ ശാന്തമായി നിൽക്കുന്ന ഹൃദയമാണ് എൻ്റെ ഹൃദയം. ഞാനങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വരും. കുറേ ആൾക്കാരെങ്ങനെ പിടിച്ചിട്ട് ഇന്നത് പറയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ പറയേണ്ടി വരും. ഖൽബിൽ എങ്ങനെയുണ്ട് അതാണ് നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴപ്പമില്ല അമ്മാറെ, സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയ ആയത്താണ് മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് ശാന്തമായ ഹൃദയമാണ്, പക്ഷേ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ നിർബന്ധിക്കപ്പെട്ടിട്ട് ഒരാൾ പറഞ്ഞു പോകുന്നത് വിരോധമില്ല, അള്ളാഹു പുറത്തു കൊടുക്കും. വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റാ, എന്നാൽ ആരാണോ അവിശ്വാസം കൊണ്ട് ഹൃദയത്തെ വിശാലമാക്കിയത്, അള്ളാഹ് വിശാലമാക്കി എന്നല്ല പറയാം, അവിശ്വാസം കൊണ്ട് അവർ വിശാലമാക്കി. ഖുർആൻ്റെ പ്രയോഗം നോക്കണം. മൻ, ആരാണോ, ഷറഹ, വിശാലമാക്കിയത് ആരോ, ബിൽ കുഫ്രി, കുഫർ കൊണ്ട്, എല്ലാ കുഫറിൻ്റെ ആശയങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയം, എന്ത് തമ്മാടിത്തരവും ചെയ്യും, എന്തും വിളിച്ചു പറയും, ഏത് കുഫറിൻ്റെ ആശയങ്ങൾ ആര് വിളിച്ച് പറഞ്ഞാലും ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യും. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും. മൻ ഷറഹ ബിൽ കുഫ്രി സദറ ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ ദേഷ്യം അവർക്കുണ്ടാവും. വലഹും അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിടത്ത് ഹൃദയവിശാലത, കുഫർ കൊണ്ട് വിശാലത ഉണ്ടാവും, പക്ഷെ അത് അള്ളാഹു ചെയ്യുന്നതല്ല. അള്ളാഹ് ചെയ്യുന്നതിന് റബ്ബിശ്റഹ് ലി, അല്ലാഹുവേ നീ വിശാലമാക്കിത്ത, അലം നശ്റഹ് ലക സദറക്, നമ്മളല്ലയോ വിശാലമാക്കി തന്നത് നബിയെ. എങ്ങനെയാണ് പറയാം. ഇനി എങ്ങനെയാണ് ഹൃദയവിശാലത ഉണ്ടാവുക? ഖൽബ് വിശാലമായി കിട്ടണം. അതിന് എന്താ ചെയ്യുക? അത് ചർച്ച ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലേ? രണ്ടെണ്ണമാണ് പറയാം. ഒന്ന് ത്വലബാണ്, മറ്റൊന്ന് മഅരിഫത്താണ്. ത്വലബ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ അന്വേഷിച്ച് പുറപ്പെടുക എന്നാണ്. ഒരു വിഷയത്തിൻ്റെ പിന്നാലെ പോവുക, ത്വലബ് ചെയ്യുക. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ അറബിയിലെ ത്വാലിബ് എന്ന് പറയും, അല്ലേ? തുല്ലാബ്. ശരിക്കും ത്വാലിബെ ഇൽം ഉറുദുവിലാണ് ശരിക്കും വരാം. ത്വാലിബെ ഇൽം എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ വിദ്യാർത്ഥിയാവുള്ളൂ. അറബിയിൽ ത്വാലിബ് എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യാർത്ഥി എന്ന് പറയും. തിൽമീദ് വിദ്യാർത്ഥിയാണ്, മുതഅല്ലിം വിദ്യാർത്ഥിയാണ്. പക്ഷെ ത്വാലിബ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? മൻ ത്വലബ്, അന്വേഷിച്ച് നടക്കുന്ന ആൾ. ഉറുദുവിൽ ത്വാലിബെ ഇൽം, ഇൽമിനെ അന്വേഷിച്ച് പോകുന്നവൻ. അപ്പോൾ കറക്റ്റ് വിദ്യാർത്ഥി തന്നെയായി. മറ്റേത് പൈസ അന്വേഷിച്ച് പോകുന്ന ആളും അവൻ ത്വാലിബ്, നഷ്ടപ്പെട്ടത് അന്വേഷിച്ച് പോകുന്ന ആളും ത്വാലിബാണ്. ത്വലബ് വേണം. ത്വലബ് എന്ന് പറയുന്നതിന് രണ്ടെണ്ണമാണ്. ഒന്ന് അൽ ഹറക്കത്ത് വദ്ദുആ, ഒന്ന് നമ്മൾ അനങ്ങി പ്രവർത്തിക്കണം, നമ്മൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. പിന്നെ ദുആവും ചെയ്യണം. ഇത് രണ്ടും ചെയ്താൽ ത്വലബായി. മറ്റൊന്ന് മഅരിഫത്താണ്, ചില അറിവ് വേണം. മഅരിഫത്തിൻ്റെ ഭാഗം കുറച്ച് വിശാലമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്, സമയമുണ്ടെങ്കിൽ. ത്വലബിൻ്റെ ഭാഗത്ത് നമുക്കത് ഇപ്പോൾ ഒരല്പം ത്വലബ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് ഈ ത്വലബ്? ത്വലബ് എന്ന് പറയുന്നത് അൽ ഹറക്കത്ത് വദ്ദുആ. നമ്മൾ ഒരു ദഅവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിന് കച്ചകെട്ടി ഇറങ്ങണം, അധ്വാനിക്കണം, ഹോംവർക്ക് ചെയ്യണം, നല്ല ക്ഷമ വേണം, പറയുന്നത് ശരിയായിരിക്കണം. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കളിയാക്കാനോ ഉള്ള അവസ്ഥകളൊന്നും നമ്മുടെ സംസാരങ്ങളിൽ വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ, പുതിയ വിഷയങ്ങളോ ടിക്ടോക്കിൽ വന്ന വീഡിയോൻ്റെ അത് ഉസ്താദ് എന്ത് പറഞ്ഞൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം ചില കാര്യങ്ങൾ
ദീനിൻ്റെ വിഷയത്തിൽ അവതരിപ്പിക്കുമ്പോൾ വളരെ കെയർഫുൾ ആവണം ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം നമ്മൾ അവർ ഒന്നും പറയുന്നില്ല. ഓക്കെ, ചില വിഷയങ്ങൾ അങ്ങനെയാണ്, അത് പറയുന്നവർ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ എയറിൽ പിടിച്ച് കയറ്റും. എയറിൽ കയറ്റുന്നതല്ല വിഷയം, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാവും. ചില വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം, തിന്മകളെ തിന്മകളായിട്ട് തന്നെ നമ്മൾ ബോധിപ്പിക്കണം. പക്ഷേ ഹിക്മത്ത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, നല്ല ഹിക്മത്തോടുകൂടിയാവണം. വൽ മൗഇദത്തിൽ ഹസന, നല്ല സാരോപദേശം. ഇപ്പോൾ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ലോകത്ത് ഉറുഫ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ജനങ്ങൾ നന്മയായി, ജനങ്ങൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു പക്ഷേ അത് ഇസ്ലാമിക കാഴ്ചപ്പാട് തെറ്റായിരിക്കും. അതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണത്. അത് പ്രബോധനം ചെയ്യുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇസ്ലാമിനെ വെറുത്തു പോകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇത് നമുക്ക് ശരിയാവില്ല, അള്ളാഹുവിൻ്റെ ദീൻ വളരെ മനോഹരല്ലേ. അതിന് സെയിൽസ്മാൻമാരെ നമ്മളൊക്കെ, നമ്മളെ കണ്ടിട്ട് ആ പ്രൊഡക്റ്റിനും ഒരു മോശം വരാൻ പാടില്ല. അതാണ് വിഷയം. ഹർക്കത്ത് വേണം, അതോടൊപ്പം ദുആഉം വേണം. ദുആ വേണം. അള്ളാഹുവിനോട് നന്നായിട്ട് ദുആ ചെയ്യണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ റഅ അസ്സുദ്ഖ മിൻ ഇബാദിഹി ഫീ സാഹത്തിൽ അമൽ അൻസല അലൈഹിം ഹൗലഹു വ ഖുവ്വതഹുൽ അദീമ. നമ്മൾ അധ്വാനിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മളതിനു വേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് അള്ളാഹുവിന് ബോധ്യപ്പെടേണ്ട വിഷയം. ജനങ്ങളെ ബോധ്യപ്പെടുത്തരുത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി വല്ല കാര്യമൊന്നുമില്ല. എത്രയോ പുകഴ്ത്തി പറഞ്ഞാൽ ആദ്യം മനുഷ്യന്മാരെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യും, ഇല്ലേ? അല്ലാഹു അക്ബർ തക്ബീറൊക്കെ ചൊല്ലിയ ഒരു പിറ്റേന്ന് മാറി നിന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്നും പറഞ്ഞു വരും. മനുഷ്യന്മാർ അങ്ങനെയാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെന്ത് ചെയ്യണ്ട, അവരെ വിചാരിച്ചു കൊണ്ടൊന്നും പറയാൻ നിന്നിട്ട് ഒരു കാര്യമില്ല, ചെയ്യരുത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടണ്ട. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ചിന്തകൾ വരണം. അപ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. നമ്മുടെ കൽബിൽ ഇഖ്ലാസ് ഉണ്ടെന്ന് റബ്ബ് തആലയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹൗലും ഖുവ്വത്തും അള്ളാഹു നമുക്ക് ഇറക്കിത്തരുന്നു. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഒരു വർത്തമാനമാണ്. അള്ളാഹു ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നൽകുന്ന ഹൗലും ഖുവ്വത്തുമേ നമുക്കുള്ളൂ. അള്ളാഹു നൽകുന്ന ശക്തിയെ നമുക്കുള്ളൂ. അള്ളാഹു നൽകുന്ന ശക്തിയെ നമുക്കുള്ളൂ എന്നാണ് നമ്മൾ ബോധിക്കുന്നതെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സാഹത്തുൽ അമൽ, പ്രവർത്തന ഗോതയിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ ഹൗലും ഖുവ്വത്തും അള്ളാഹു നമുക്ക് ഇറക്കിത്തരും. പടച്ചോൻ്റെ ഒരു സഹായം ഇങ്ങനെ വരും. നമുക്ക് ജനങ്ങൾ നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായങ്ങൾ അള്ളാഹു എത്തിച്ചു തരും. നമുക്കത് കാണാനും അത് ബോധിക്കാനുമുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടായാൽ മതി. അള്ളാഹു അത് ശരിക്കും ബോധ്യപ്പെടുത്തി തരും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സൂറത്തുൽ ഇസ്രാഇൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുൻ നഹ്ലല്ലേ? നോക്കി, സൂറത്തുൻ നഹ്ലിലെ അവസാനത്തെ ആയത്തായിരിക്കാനാണ് സാധ്യത. സൂറത്തുൽ ഇസ്രാഇൻ്റെ തൊട്ട് മുമ്പ് സൂറത്തുൻ നഹ്ല്. സൂറത്തുൻ നഹ്ലിലെ അവസാനത്തെ ആയത്താണ് ഈ പറയുന്ന വല്ലദീന എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ. ഒന്നുകൂടെ നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇസ്രാ 282 പേജിലാണ്. 282 മുഅ്മിനീൻ. നഹ്ലല്ലേ? സൂറത്തുൻ നഹ്ല്. അതെ. ഇന്നല്ലാഹ മഅല്ലദീന തഖൂ. അത് ഈ ആയത്തല്ല, അവിടെ ഒരു ഇതേപോലെ ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീന ഹും മുഹ്സിനൂൻ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുല ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ലമഅൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞത് എത്രാമത്തെ ഏത് ആയത്തെ സൂറത്തിലാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ അൻകബൂത്തിലാണ് അല്ലേ? ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സൂറത്തുൻ നഹ്ലിൻ്റെ അവസാനം ഇങ്ങനെ ആയത്തുണ്ട്, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. അല്ലാഹു തഖ്വ ചെയ്യുന്നവരോടൊപ്പമാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പവുമാണ്. ഇത് പറഞ്ഞിട്ട് അടുത്ത ആയത്തെന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. ആ ആയത്തും ഈ നഹ്ലിൻ്റെ അവസാനത്തെ ആയത്തും തമ്മിലൊരു ബന്ധം കാണുന്നുണ്ടോ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, മഅല്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹിൻ്റെ പൊരുത്തവും അള്ളാഹിൻ്റെ സ്നേഹം അവർക്കുണ്ടാവും.
പിന്നെ വല്ലദീനഹും മുഹ്സിനൂൻ, ഇഹ്സാൻ ചെയ്യുന്നവർ. ആരാ ഇഹ്സാൻ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ ഇഹ്സാൻ? അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കുക. അതിനാണ് ഇഹ്സാൻ എന്ന് പറയാം. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അങ്ങനെ ജീവിച്ച മുഹ്സിനീങ്ങൾ ഏറ്റവും വലിയ മുഹ്സിനാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരോടൊപ്പമാണ്. ഇനി സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹിൻ്റെ അബ്ദിനെ കൂടെ കൊണ്ടുപോയി. അതാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ അബ്ദിനെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ മഅയ്യത്ത് കിട്ടി. ലൈലൻ മിനൽ മസ്ജിദിൽ ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ലിനുരിയഹു മിൻ ആയാതിന, നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞിടത്ത് ആ മഅയ്യത്തിലേക്ക്, മിഅ്റാജിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൻ്റെ തുടക്കമാണ്. ഈ ആയത്തിനെ ബന്ധിക്കുന്ന ആശയമാണ് സൂറത്തുൽ ഇസ്രായിൽ കൊടുത്തിട്ടുള്ളത്. ഈ സൂറകളുടെ അവസാനവും അടുത്ത സൂറൻ്റെ ആദ്യവും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടാവുന്ന, ഖുർആൻ ഒബ്വിയസ് കണക്ഷൻ ആണെങ്കിൽ രസം ഉണ്ടാവില്ല. ആർക്കും മനസ്സിലാക്കും, ഏത് കുട്ടികൾക്കും മനസ്സിലാവുന്ന ഒരു ബന്ധമാണെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാവും. ഖുർആൻ വളരെ ഇന്നർ മീനിങ് ആണ്. ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ സുബ്ഹാനല്ലാഹ്, ഇതിൻ്റെ അവ്വലും ആഖിറും ബന്ധമുണ്ട്. സൂറയുടെ അവ്വലും ആ സൂറൻ്റെ ആഖിറും ബന്ധമുണ്ടാവും. ഒരു സൂറയുടെ അവസാനവും അടുത്ത സൂറയുടെ ആദ്യവും തമ്മിൽ ബന്ധമുണ്ടാവും. അത് മാത്രം വിവരിക്കുന്ന തഫ്സീറുകളുണ്ട്. മുഫസ്സിരീങ്ങൾ എഴുതിയ തഫ്സീറുകളിൽ ചില തഫ്സീറുകൾ മുവാഫഖത്തു ഖവാത്തിമിസ് സുവരി വബിദായതുഹ, സൂറകളുടെ ആദ്യങ്ങളും അവസാനങ്ങളും തമ്മിലുള്ള മുവാഫഖയെക്കുറിച്ച് പറയുന്ന ബാബുകൾ എന്നെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. അതൊരു മനസ്സിലാക്കേണ്ട വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ആയത്തിലേക്ക് വരാം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ നമ്മുടെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത്, ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ സന്മാർഗത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ അവരെ ഹിദായത്ത് ആക്കി കൊടുക്കും. ആരാണോ അധ്വാനിക്കുന്നത് അവർക്ക് ഹിദായത്ത് കൊടുക്കും. അപ്പം പറയും അല്ലാഹു അല്ല യഹ്ദി മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു കൊണ്ട് ചെയ്യല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയാണ് ഈ ആയത്ത്. അള്ളാഹ് ആർക്കാണത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കാ ഹിദായത്ത് കൊടുക്കുക? വല്ലദീന ജാഹദൂ ഫീന, ഹിദായത്ത് വേണമെന്ന് ആഗ്രഹിച്ച് അധ്വാനിക്കുന്നവർ, അവർക്ക് അള്ളാഹു ഇത് കൊടുക്കും. അവരെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർ എന്ന് പറഞ്ഞത്. എന്നല്ലാതെ അള്ളാഹ് ആർക്കെയോ റാൻഡം സെലക്ഷൻ അള്ളാഹ് ചെയ്യുന്നു എന്ന് ആയത്തിനെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു ആർക്കാണ് കൊടുക്കുന്നത് എന്നതിൻ്റെ അസ്ബാബുകളെ സംബന്ധിച്ചും അള്ളാഹു തആല പറഞ്ഞു. ആരാണോ ഹിദായത്ത് വേണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത് അവരല്ലാഹു ഉദ്ദേശിച്ചവർ, അവർക്ക് അള്ളാഹ് കൊടുക്കും. അല്ലാതെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നീതിയെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് വരും, അല്ലേ? അള്ളാഹു ജല്ല ജലാലു ഹക്കീമാണ്. അള്ളാഹു തആല ഇന്നയാൾക്ക് കൊടുത്തു, ഇന്നയാൾക്ക് കൊടുത്തില്ല. എന്തുകൊണ്ട്? ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് ചോദിച്ചല്ലോ, നബിയെ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളാണ് ഞാൻ. അന്ന് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അന്ന് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നബിയെ, അതൊക്കെ ഞാൻ ഇപ്പോൾ മുസ്ലിമായി അന്ന് ചെയ്തൊക്കെ വല്ല കാര്യം കിട്ടുമോ? അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത നന്മ കാരണമാണ് നിങ്ങൾക്ക് ഇസ്ലാം തന്നെ കിട്ടിയത്. തങ്ങളുടെ മറുപടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇസ്ലാമാകാൻ തന്നെ കാരണം ആ ചെയ്ത നന്മയാണ്. ഇപ്പം നല്ല മനുഷ്യർക്ക് അത് കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടിയിരിക്കും, അല്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും അള്ളാഹ് കൊടുത്തിട്ടുണ്ടായിരിക്കും, രഹസ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. എൻ്റെ സുഹൃത്ത് ഒരാൾ കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസം, ഉസ്മാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇവർ കഥ പറയാണ്, ഒരു പെൺകുട്ടി മുസ്ലിം ആയിരുന്നില്ല, പക്ഷെ അവർ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഹസ്ബനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാനെന്തോ പറയുന്നൊരു ക്ലാസ് കേട്ടു എന്ന് പറഞ്ഞ് മൂപ്പർക്ക് വിളിക്കുകയാണ്. അപ്പോൾ പറയാം, ഞാൻ ആലോചിച്ചു പോയത്, ഞങ്ങൾ ഒരുപാട് ദൈവങ്ങൾ, എത്രയോ ദൈവങ്ങൾ, ഏത് ദൈവത്തെ വിളിക്കേണ്ടതെന്ന് വരെ ഞങ്ങൾക്കറിയില്ല, അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വിശ്വാസിയായി ആണ് ഞാൻ. നിങ്ങളെങ്ങനെ മുസ്ലിമീങ്ങൾ ഇതൊക്കെ മാറ്റി ഒരു പടച്ചോൻ തന്നെ മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറയുന്നു. ആ ആശയം എനിക്ക് ഭയങ്കര ഫാസിനേറ്റഡായി തോന്നി. അതിൻ്റെ പേരിൽ അവർ ഇസ്ലാം സ്വീകരിച്ചു. സുബ്ഹാന ജല്ല ജലാൽ. ആലോചിച്ച് നോക്കി, ഒരാൾ ചിന്തിച്ചു പോവാണത്. ആ ഒരു ഹിദായത്ത് കിട്ടാനുള്ള വഴി തുറക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും ആ ഒരു ചിന്ത, ഒരു മെൻ്റൽ പ്രോസസ്സ് അവർ ചെയ്തു തുടങ്ങി.
ആ ഒരു വർക്ക് ചെയ്തപ്പോഴേക്കും അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ വഴി വന്നു. ഇത് ഒരു പണിയും ചെയ്യാതിരുന്നാൽ കിട്ടൂല. അസ്ലം അലാമ അസ്ലഫ്ത മിൻ ഖൈർ, നിങ്ങൾ ചെയ്ത നന്മയുടെ പേരിലാണ് നിങ്ങൾക്ക് ഇസ്ലാം കിട്ടുന്നത്. അത് ചിന്ത കൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാവാം, നല്ല മനസ്സുകൊണ്ടാവാം, നല്ല സ്വഭാവം കൊണ്ടാവാം. നിങ്ങൾ ചെയ്യുന്ന നന്മ വെറുതെയായി പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ജാഹദു ഫീന, അതുകൊണ്ട് ഹൃദയവിശാലത എന്ന് പറയുന്നത് ഹിദായത്തിൻ്റെ അടയാളമാണ്. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഹൃദയവിശാലതയാണ്. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലമഅൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ എന്ന് നഹ്ലിൽ പറഞ്ഞ അതേ ആശയമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി പോയത്, സൂറത്തുൻ നഹ്ലാണോ എന്ന് തോന്നിപ്പോയത്. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സൂറത്തുൽ മുസമ്മിൽ വഹീൻ്റെ വിഷയത്തിൽ ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ സൂറത്തുൽ മുസമ്മിൽ. സൂറത്തുൽ മുദ്ദസിർ കഴിഞ്ഞ് സൂറത്തുൽ മുസമ്മിൽ, യഖ്റ കഴിഞ്ഞിട്ട് ഇറങ്ങിയ സൂറയാണ് സൂറത്തുൽ മുസമ്മിൽ എന്ന് സൂറത്തുൽ മുദ്ദസിർ എന്ന് പറയാറുണ്ട്. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, അധ്വാനിക്കാൻ വേണ്ടി പറയാം. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ثقيلا ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ طويلا വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ തങ്ങളെ കണ്ട് പേടിച്ച് കിടന്ന ആ പനി കുറച്ച് ദിവസങ്ങളോളം നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്ത് പേടിയായിരിക്കും തങ്ങൾ പേടിച്ചിട്ടുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പേടിയായിരിക്കും. നമ്മളൊരു കാർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ട്, നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്, ഇതാ മുട്ടാൻ പോവുകയാണ്, മുട്ടുന്നു, കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ആ ഒരു ഷോക്ക് പനിയൊന്നും പിടിക്കാറില്ലല്ലോ, ഉണ്ടോ? ചിലപ്പോൾ അന്ന് ഉറക്കം വരില്ല ഇത് ആലോചിച്ചിട്ട്, എന്നിട്ട് ട്രാജിക്ക് ഒരു ഫീലിങ്ങിന് വരും. തങ്ങൾക്ക് പനി ബാധിച്ചു. മുദ്ദസിർ എന്ന് പറഞ്ഞാൽ ദിസാറിട്ട് പുതക്കുന്നു. ദിസാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പുതക്കുന്ന ഒരു ചെറിയ ഷോളിനാണ് ദിസാർ എന്ന് പറയാം. മുസമ്മിൽ എന്ന് പറഞ്ഞത് ശരിക്കും ബത്താനിയാണ്, അത് ശരിക്കും പുതപ്പിട്ട് മൂടാൻ ശരിക്കുള്ള പുതപ്പാണ്. തങ്ങൾ പുതപ്പിട്ട് മൂടിക്കിടന്ന് പനിച്ചിട്ട് ടെമ്പറേച്ചർ ഹൈ ആയിപ്പോയി. എന്തിന്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഖുർആൻ ഓതി കൊടുത്തപ്പോൾ തങ്ങൾ അത്രയും പേടിച്ചു പോയി. തങ്ങൾ ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ വരുന്നു, ഖുർആൻ കിട്ടുന്നു, മലക്ക് വരുന്നു, ഞാൻ നബിയാകുന്നു, തങ്ങൾക്കറിയില്ലല്ലോ. തങ്ങൾക്ക് അങ്ങനെ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്തയിൽ അങ്ങനെ ഒരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. അങ്ങനെ തങ്ങൾ വിഷമിച്ച് കിടക്കുകയാണ്, പനി ബാധിച്ച് കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ വഹി വീണ്ടും വരുന്നു. യാ അയ്യുഹൽ മുസമ്മിൽ, എന്തൊരു മനോഹരമാണ് അള്ളാഹു വിളിക്കുക. പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ. ശരിക്കും ഒരു ദൂരെയുള്ള ആളെ വിളിക്കുമ്പോഴാണ് അയ്യുഹന്നാസ്. ഖുത്ബയിലൊക്കെ പറയില്ലേ ഇമാം, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹ എന്നൊക്കെ പറഞ്ഞാൽ ഒരല്പം അകലെ നിൽക്കുന്ന ആളുകളെ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. തങ്ങളുടെ അരികത്ത് വന്നിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി നൽകുന്നത്. അപ്പോൾ തൊട്ടടുത്താണ്. യാ മുസമ്മിൽ എന്ന് വിളിച്ചാൽ മതി. പക്ഷേ യാ അയ്യുഹൽ മുസമ്മിൽ, കാരണം ഒരു അകലം കാണിക്കുക എന്നതൊരു റെസ്പെക്റ്റാണ്. അങ്ങോര് അല്ല അവർ അങ്ങ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരാളോട് അങ്ങ് വിചാരിച്ചാൽ ഇത് നടക്കുമല്ലോ, അല്ല അങ്ങ് പറഞ്ഞാൽ ശരിയാവുമല്ലോ എന്ന് അങ്ങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ദൂരെ നിൽക്കുന്ന ആളെ പറ്റിയാ പറയാ അങ്ങ് അവിടുന്ന്. പക്ഷെ അടുത്തുള്ള ആളോടും അങ്ങ് എന്നാ പറയാ. അയാൾ സ്ഥാനത്തിൽ അകലെയാണ് നമ്മളെക്കാളും, സ്ഥലം കൊണ്ടല്ല അകലം. സ്ഥാനത്തിൽ അകലെയാകുമ്പോഴും അയ്യുഹ എന്ന് പറയും. അയ്യുഹൽ മുസമ്മിൽ, ദൂരെയുള്ള ആളുകളെ അങ്ങനെ വിളിക്കേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖാമ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മഖാമിനേക്കാളും മീതയാണ്. അതുകൊണ്ട് യാ അയ്യുഹൽ മുസമ്മിൽ, അടുത്ത് വന്ന് ഹബീബ് വിളിച്ചപ്പോൾ യാ അയ്യുഹ എന്നാണ് പറയുന്നത്. അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, അങ്ങ് നിസ്കരിക്കണം നബിയെ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം. തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം ഫർളായിരുന്നു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ മക്കയിലായിരിക്കെ 2 നിസ്കാരമാണ് തങ്ങൾക്കുണ്ട്. സ്വലാത്തു ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ നിസ്കാരം നബി തങ്ങൾ കൊണ്ടു നടന്നിരുന്നു.
മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ നിസ്കാരം നിർബന്ധമാകുന്നത് മെഅറാജിനാണ്, അത് നടപ്പാകുന്നത് മദീനയിലെത്തിയിട്ടാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ തങ്ങൾക്ക് നിസ്കാരമുണ്ട്. റക്അത്തൈനി ഫി സ്വബാഹി വറക്അത്തൈനി ഫിൽ മസാ, രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്ത്. അത് റുക്കൂഉം സുജൂദൊക്കെ ഉള്ള സുബ്ഹി നിസ്കരിക്കുന്ന പോലെ 2 റക്അത്ത് നിസ്കാരം തങ്ങൾ മാത്രം നിസ്കരിക്കും. ശുദ്ധിക്ക് തങ്ങൾ ഇടയ്ക്ക് നിസ്കരിക്കാറുണ്ട്, പക്ഷെ തങ്ങൾക്ക് അത് നിർബന്ധമായിരുന്നു. തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇവിടെ പറഞ്ഞത്, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അല്ലാഹ്, രാത്രി നിസ്കരിക്കണം, രാത്രി മുഴുവനോ? അപ്പോൾ വൈകിട്ട് 6 മണി മുതൽ ഒരു 11 മണിക്കൂറൊക്കെ ഉണ്ടാവില്ലേ രാത്രി? ചില സമയത്ത് 12 മണിക്കൂർ ഉണ്ടാവും, ചിലപ്പോൾ 8 മണിക്കൂറോ 9 മണിക്കൂറോ ആയിരിക്കും. രാത്രി മുഴുവൻ നിസ്കരിക്കണം. ഇല്ലാ ഖലീല, കുറച്ച് വേണമെങ്കിൽ കുറക്കാം. അപ്പോൾ ഒരു 10 മണിക്കൂർ രാത്രിയാണെങ്കിൽ ഒരു 8 മണിക്കൂർ നിസ്കരിക്കണം എന്നാണ് പറയുന്നത് തങ്ങളോട് സ്വല്ലല്ലാഹു. നമ്മളെപ്പോഴും നബി തങ്ങളുടെ പ്രിവിലേജുകളെക്കുറിച്ച് ചിലർ ഭയങ്കരമായിട്ട് അസൂയപ്പെടും. തങ്ങൾക്ക് അങ്ങനെ പറ്റും, നമുക്ക് പറ്റൂല. തങ്ങൾക്ക് നിർബന്ധമായ വിഷയങ്ങൾ നമ്മൾ അറിയാത്തത് എത്രയോ ഉണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? രാത്രി കിടന്നുറങ്ങാൻ വിടാതെ 10 മണിക്കൂർ നിസ്കരിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഖുമിൽ ലൈല ഇല്ലാ ഖലീൽ. പിന്നെ അള്ളാഹു ഒന്നാണ് ഇളവാക്കി കൊടുത്തു, നിസ്ഫഹു. 10 മണിക്കൂർ രാത്രിയാണെങ്കിൽ 5 മണിക്കൂർ നിസ്കരിക്കണം. ഔസിദ് അലൈഹി, അല്ലെങ്കിൽ നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔസിദ് അലൈഹി. രാത്രിയുടെ നേർപകുതി അതിൽ കുറച്ച് കുറക്കാം. 10 മണിക്കൂർ രാത്രിയാണെങ്കിൽ ഒരു 4.5 മണിക്കൂർ നിസ്കരിച്ചോളൂ. ഔസിദ് അലൈഹി. 10 മണിക്കൂർ രാത്രിയിൽ 5 പകുതി, ഒരു 5.5-6 മണിക്കൂറൊക്കെ നിസ്കരിച്ചോളൂ. നബി ഞങ്ങൾ ഖിയാർ കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിൻ്റെ പകുതി നിസ്കരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയാണ് നിസ്കാരത്തിൻ്റെ സമയങ്ങൾ. നമുക്ക് ബസ് കാത്തുനിന്നാൽ കാല് വേദനയാവും അല്ലേ? ഇങ്ങനെ നിൽക്കല്ലേ. ട്രെയിനിൽ നിൽക്കാൻ കഴിയില്ല അല്ലേ? ട്രെയിൻ വളരെ സ്മൂത്തായി പോകുന്നൊരു വണ്ടിയാണ്, പക്ഷെ അതിൽ നിൽക്കാൻ പറ്റില്ല. അത് ആരെങ്കിലും ഒരു കാല് നീക്കി വെച്ചാൽ അവിടെ പോയി ഒരു അര വെച്ചിട്ട് അവിടെ ഇരിക്കും. പിന്നെ ഒട്ടകം ഇതിനുള്ള കയറിയ പോലെ മുഴുവൻ. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നവർ പറയാറുണ്ട്, എന്ന് വെച്ചാൽ മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റൂല, പോയാൽ സീറ്റ് പോയി. അവിടെ കയറിയിരിക്കും. ഇതിൻ്റെ സീറ്റാണ്, ഞാൻ മംഗലാപുരത്ത് നിന്ന് കയറിയത് തിരുവനന്തപുരത്ത് നിന്ന് കയറിയതൊന്നും പറയാൻ പറ്റൂല. സീറ്റിൽ നിൽക്കാൻ പേടിച്ചിട്ട് പറ്റാത്തവർ ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ രാത്രിയുടെ പകുതി മണിക്കൂറുകൾ നബി അങ്ങ് നിസ്കരിക്കണമെന്നാണ് ആദ്യത്തെ ആജ്ഞ തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഇത് നബി തങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലാഹു തആല. ഒരു പ്രബോധകന് നമ്മൾ പറയുന്ന വാക്കുകൾ ആൾക്കാർക്ക് ഉപകാരപ്പെടണോ, ഈ പണി ചെയ്യണമെന്നർത്ഥം. ഇത്രത്തോളമല്ലെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. ഇപ്പോൾ ദഅവത്തുണ്ട്, നിങ്ങൾ ഇബാദിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. തഹജ്ജുദ് നിസ്കരിക്കാതെ ചെയ്തിട്ട് കാര്യമില്ല, ഫലം കിട്ടൂല. നിർബന്ധമാണ്. ദഅവത്തിന് ഇറങ്ങുന്നുണ്ടോ തഹജ്ജുദ് നിസ്കരിക്കണം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. വിശുദ്ധ ഖുർആനിനെ മനോഹരമായി ഓതുകയും ചെയ്യണം നബിയേ. ഖുർആൻ ഓതണം, രാത്രി നിസ്കരിക്കും വേണം. തങ്ങളോട് പറഞ്ഞ് തങ്ങൾക്ക് കൊടുത്തത് രാത്രിയുടെ പകുതിയാണ്. അത് ആലോചിക്കണം. 12 മണിക്കൂറുള്ള രാവുകളാണെങ്കിൽ രാത്രി ഇതുപോലുള്ള സമയം, ഇപ്പം ഒരു 6:00 ആയി, രാവിലെ ഒരു 6 മണി, ഒരു ഏകദേശം ഒരു 12 മണിക്കൂറിൻ്റെ അടുത്ത് വന്നില്ലേ? അതിലെ പകുതി എന്നൊക്കെ പറയുമ്പോൾ എത്രയായി? 5.5-6 മണിക്കൂറായി. അതിൽ കുറച്ച് കുറക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂട്ടണം. എന്തായാലും ഒരു 5 മണിക്കൂർ, 4 മണിക്കൂറിൽ കുറഞ്ഞ രാവുണ്ടാവില്ലല്ലോ. പകുതി, രാത്രിയുടെ പകുതി 4-5 മണിക്കൂർ എന്തായാലും ഉണ്ടാവില്ലേ? 5 മണിക്കൂർ ഹബീബ് നിസ്കരിക്കണം, നിന്ന് നിസ്കരിക്കണം. ആലോചിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു ഖുർആനും ഓതണം. അതും തർത്തീല, മനോഹരമായിട്ട്. ചടപടാന്ന് ഓതാൻ പാടില്ല. ഇപ്പോൾ സൂറത്ത് യാസീനൊക്കെ 2 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന ആൾക്കാരോട് ഇന്ന് പതുക്കെ ഓതി എന്ന് പറഞ്ഞാൽ മുഴുവൻ തെറ്റും ചിലപ്പോൾ. കാരണം മെല്ലെ ഓതിയിട്ട് ശീലമില്ല. അപ്പോൾ ആയത്ത് അവസാനിക്കുന്നുണ്ടോ വഖഫുണ്ടോ അതൊന്നും അറിയില്ല, ആകെ പിഴക്കും. സ്പീഡ് പോകണം, മുമ്പ് കറക്റ്റ് ഓതും, ഒരു പിഴവുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആനെ മനോഹരമായിട്ട് സാവധാനത്തിൽ അതിൻ്റെ തജ്വീദുകൾ പാലിച്ചുകൊണ്ടേ ഓതാവൂ നബിയെ. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതണം. ആ ഖുർആൻ മെല്ലെ ഓതിയാൽ മതി. എങ്ങനെ? മനോഹരമായിട്ട് സാവധാനത്തിൽ ഓതിയാൽ മതി നബിയെ. ധൃതി പിടിച്ച് ഓതരുത്. അടുത്ത ടാസ്ക് കൊടുത്തു അല്ലാഹു തആല. നോക്കണം. ഇനി ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീലാ. ഭാരമായ
വാക്കുകൾ നബിയെ അങ്ങേക്ക് നാം ഇറക്കിത്തരാൻ പോവുകയാണ്. ഖുർആൻ ഇനിയും ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിനങ്ങ് പാകപ്പെടണമെങ്കിൽ രാത്രിയിലെ പകുതിയെങ്കിലും നിസ്കരിച്ചിട്ട് ആത്മീയ വിശുദ്ധി വരുത്തണം. ആ ആത്മീയ വിശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ഖുർആൻ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ പർവ്വതം പൊട്ടിപ്പിളരും. അതിന് കൽബില്ല, അതിന് തസ്കിയത്തിൻ്റെയോ തർബിയത്തിൻ്റെയോ സ്കോപ്പില്ല പർവ്വതത്തിന്. അത് കല്ലുകളാണ്. ആ കല്ലുകൾക്ക് പോലും ഖുർആൻ്റെ ഭാരം താങ്ങാൻ കഴിയില്ല. അതാണ് ഹബീബിൻ്റെ കൽബിലേക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. അതിനെന്ത് ചെയ്യണം? അങ്ങ് പ്രിപ്പയർ ആവണം. എങ്ങനെ പ്രിപ്പയർ ആവേണ്ടത്? രാത്രി നിസ്കരിക്കണം. രാത്രിയുടെ പകുതി നിസ്കരിക്കണം. കുറച്ച് കുറക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂട്ടണം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅതൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. രാത്രിയിലെ ഈ നിസ്കാരം അങ്ങേക്ക് കരുത്തു പകരും നബിയെ, അങ്ങയുടെ വാക്കുകൾക്ക് പവർ തരും. വഅഖ്വമു ഖീല. ആ രാത്രി നിസ്കാരമുണ്ടെങ്കിൽ അങ്ങയുടെ വാക്കുകൾക്ക് പവർ ഉണ്ടാവും. ഇന്നലക, എന്തിനാ നിസ്കരിപ്പിക്കുന്നത് രാത്രി? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഇന്നലക ഫിന്നഹാരി, കാരണം പകലിൽ അങ്ങേക്ക് ജോലിയുണ്ട്. സബ്ഹൻ തവീല, നീണ്ട ജോലി അങ്ങേക്ക് ചെയ്യാനുണ്ട്, ദഅവത്തിൻ്റെ ജോലി. അപ്പോൾ രാത്രി ഉറങ്ങുന്നുണ്ടോ? പകുതിയല്ലേ ഉറങ്ങണുള്ളൂ. പകലിലുള്ള ജോലിക്ക് വേണ്ടി രാത്രി ഉറങ്ങാൻ കിടക്കണം എന്നല്ലേ പറയേണ്ടത് ശരിക്കും, ആരോഗ്യം നോക്കുകയാണെങ്കിൽ. പക്ഷെ അല്ലാഹു തആല പറഞ്ഞ എന്താ? രാത്രി പകുതി ഉറങ്ങിയാൽ മതി. പകലന്തിയോളം അങ്ങേക്ക് പണിയുണ്ട്. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് താണുകേണ് മടങ്ങണം അള്ളാഹുലേക്ക് നബിയെ. ദഅവത്തിന് കൊടുത്ത ഇൻസ്ട്രക്ഷനാണിത്. ഇതിലൊരു വാക്ക് സബ്ഹൻ, ആ വാക്കിൻ്റെ അർത്ഥം എന്താ മനസ്സിലാകുന്നുണ്ട്? സബ്ഹൻ, സിബാഹ, മസ്ബഹ് എന്തെങ്കിലും തോന്നുന്നുണ്ട്? എന്താ അർത്ഥം? എന്താ സബ്ഹ എന്ന് പറഞ്ഞാൽ? കുതിരവട്ടാണോ? മസ്ബഹ് എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനെ, സ്വിമ്മിംഗ് പൂൾ എന്നല്ലേ? സിബാഹ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് എന്നാണ്. മസ്ബഹ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ എന്നാണ്. സബഹ എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ്. നീന്തുക, സബഹ അതിൽ നിന്ന് വന്നതാണ്. എന്താ ഈ നീന്തുക എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റിക്ക് എതിരെ ചെയ്യുന്ന പരിപാടിയാണ് നീന്തൽ, അല്ലേ? ഗ്രാവിറ്റിക്ക് എതിരായിട്ട് വെള്ളത്തിൽ മുങ്ങും. ആ മുങ്ങലിനെ പ്രതിരോധിച്ച് നിൽക്കുമ്പോഴാണ് നീന്താൻ കഴിയുള്ളൂ. നീന്തുമ്പോഴേ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ മുങ്ങി മരിച്ചു പോകില്ലേ? ഗ്രാവിറ്റിക്കെതിരായിട്ടാണ്, ഒഴുക്കിനെതിരായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നീന്തൽ, അല്ലേ? ഒഴുക്കിനെതിരല്ലേ? തങ്ങൾക്ക് ജോലിയുണ്ട് എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ച വാക്ക് എത്ര മനോഹരമാണ്, സബ്ഹൻ. ഇതൊരു ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ് നബിയെ അങ്ങ് ചെയ്യും. സമൂഹത്തിൻ്റെ ഒഴുക്ക് വേറെ വഴിക്കായിരിക്കും, പക്ഷെ അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ ഒഴുക്ക് അതിൻ്റെ എതിർദിശയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി ഒരു നീന്തൽകാരൻ്റെ നീന്തലിനേക്കാൾ നിങ്ങൾ ഗ്രാവിറ്റിക്കെതിരായി നീന്തുന്ന പോലെ നിങ്ങളുടെ പ്രബോധനം ഒരുപക്ഷെ ജനങ്ങളുടെ ഒഴുക്കിനെതിരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ രാത്രി നിസ്കരിച്ചിട്ട് ഇതിനിറങ്ങിയിട്ടേ കാര്യമുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ശറഹ് സുദറാണ്. ഈ ടാസ്ക് ചെയ്യുമ്പോഴാണ് ഹിദായത്ത് കൊണ്ട് അള്ളാഹു ഹൃദയത്തിന് വിശാലത തരിക എന്ന് പറഞ്ഞതിൽ ഹറക്കത്ത് ഉണ്ടാവുള്ളൂ. ഇത് ഹറക്കത്താണ്, ഇതൊക്കെ അധ്വാനമാണ്. ഹറക്കത്ത് വേണം, മഅരിഫത്ത് വേണം. ഇത് രണ്ടുണ്ടെങ്കിലേ ഹൃദയ വിശാലത ഉണ്ടാവുള്ളൂ. അപ്പോൾ അധ്വാനിക്കണം. തങ്ങളോട് അധ്വാനിക്കാൻ പറഞ്ഞ് ദഅവത്ത് നേരങ്ങ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വായിച്ചും പഠിച്ചും ചെന്നിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്താലൊന്നും ദഅവത്ത് ആവില്ല. ദഅവത്തിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നബി അങ്ങ് ഖിയാമുൽ ലൈൽ പാലിക്കണം. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ ആദ്യം വന്ന ആജ്ഞയാണിത്. അന്ന് ഓതാൻ ഒരുപാട്, വറത്തിൽ ഖുർആനെ തർത്തീല എന്ന് പറയുമ്പോഴേ 2-3 സൂറത്തെ തങ്ങൾക്ക് ഓതാനുള്ളൂ. കാരണം സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ അഭിപ്രായ വ്യത്യാസമാണ്. അലക്ക് ഇറങ്ങിയിട്ടുണ്ട് ആദ്യ ഭാഗം, മുദ്ദസ്സിർ ഇറങ്ങിയിട്ടുണ്ട്, മുസമ്മിലും ഇറങ്ങി. ആകെ 2-3 സൂറയെ അന്ന് ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ തന്നെ ഈ സൂറകൾ മനോഹരമായി ഓതണം നബിയെ. ഖുർആൻ്റെ പിന്നെ വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. ഈ ദിക്ർ എന്ന് പറഞ്ഞ സംഭവത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. സൈക്കോളജിയിലൊക്കെ എന്താ സംഭവം എന്ന് പറയും. സൈക്കോളജി പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനോട് പറയണമെങ്കിൽ ആവർത്തിച്ച് പറയണമെന്ന് പറയും. ഉറക്കം വരാത്തവരോട് എന്താ അവർ പറയുക? ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്. ഇത് 10 വട്ടം പറഞ്ഞാൽ ഉറക്കം വരും. ഉദാഹരണം പറയാം.
ചില കാര്യങ്ങൾ ഞാൻ സന്തോഷത്തിലാണ്, ഞാൻ ഇപ്പോൾ ദുഃഖത്തിലല്ല, ഞാൻ സന്തോഷവാനാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാൽ സന്തോഷം കിട്ടും. അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നമ്മളവരെ കുറ്റം പറയല്ല, അവരുടെ സ്കോപ്പ് അത്രയേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുമ്പോൾ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ. എല്ലാം ഉൾക്കൊണ്ടതിൽ ഞാൻ മരിക്കുകയാണ് പടച്ചോനെ, നീ ജീവൻ തന്നാൽ ഞാൻ എണീക്കും, അഥവാ എന്നെ വിടുകയാണെങ്കിൽ എന്നെ സംരക്ഷിക്കണേ, എൻ്റെ റൂഹിനെ പിടിക്കുകയാണെങ്കിൽ നീ എന്നോട് റഹ്മത്ത് ചെയ്യണം കേട്ടോ പടച്ചോനെ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വരുന്ന വഴിയായിരിക്കും. ദിക്ർ ചൊല്ലാൻ വേണ്ടി ഇപ്പോൾ ഇത് സൈക്കോളജിയിലൊക്കെ ഈ റെപ്പിറ്റീഷൻ എന്ന് പറയും. ആവർത്തിച്ച് പറയുമ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്, നാവ് കൊണ്ട് എന്താണോ പറയുന്നത് അത് ചെവി കേൾക്കും. ചെവി എന്താണോ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യും. ബ്രെയിൻ എന്താണോ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളും. അതിനാണ് ഈ സുബ്ഹാനല്ലാഹ് 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000, അല്ലെങ്കിൽ പിന്നെ 100 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതൊക്കെ എണ്ണങ്ങൾ നമ്മൾ ചൊല്ലുന്നത് എത്രയാണോ നാവ് കൊണ്ട് ചൊല്ലുന്നത് അതനുസരിച്ച് നമ്മുടെ ചെവി അതിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ബോഡി കേൾക്കുന്ന സൗണ്ടിൽ ചൊല്ലണം. ഖുർആൻ ഓതുകയാണെങ്കിലും നമ്മൾ കേൾക്കുന്ന സൗണ്ടിൽ ഓതിയാൽ മതി. നിങ്ങൾ ഉറക്കോതാൻ പുതിനെ ഓദിക്കോ, പക്ഷെ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ശരീരം കേൾക്കുന്ന സൗണ്ടിലേ ഓതേണ്ടതുള്ളൂ. കാരണം എല്ലാവരും ഉറക്കം ഓതിക്കഴിഞ്ഞാൽ എല്ലാവരുടെ നിസ്കാരം ആകെ പഴച്ചു. ഇത് നാട്ടിൽ ഈ തലയിൽ വെക്കുന്ന മൈക്ക് ഉപയോഗിക്കുന്ന ഉസ്താദന്മാരോട് എനിക്കൊരു അപേക്ഷ പറയാനുണ്ട്. ചില ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും, അത് ശ്വാസം വിട്ടവരെ കേൾക്കുന്ന സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവും അതിൽ. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി അവരെന്തിനാ അങ്ങനെ ഉറക്കെ പറയണത്? അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് ഇങ്ങനെ പറയുന്ന ബാക്കിൽ ആർക്കെങ്കിലും ചൊല്ലാൻ പറ്റുമോ? മെല്ലെ ചൊല്ലേണ്ട ദിക്റുകൾ അവരും മെല്ലെ ചൊല്ലേണ്ടത്. മനുഷ്യന്മാർ അദ്ദേഹത്തെ ചൊല്ലാൻ പറ്റുമോ? എന്നിട്ട് അവരെ വസീഹദ് ദജ്ജാൽ സലാമു അലൈക്കും എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആളുകളുടെ നിസ്കാരം ഫസാദാക്കുക. മെല്ലെ ചൊല്ലണം. അവർ മൈക്കിട്ട് നീക്കി വെക്കണം. കൈകൊണ്ട് ഒരു നീക്കിയാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. അതാണ് പ്രശ്നമെങ്കിൽ ശരീരം കേൾക്കുന്ന രീതിയിൽ ചൊല്ലാവൂ. ബാക്കിയുള്ളവർക്ക് വസ്വാസം ഉണ്ടാവാൻ പാടില്ല. ഓരോ ഇമാമും ഇങ്ങനെ ഉറക്കങ്ങനെ ചൊല്ലാൻ തുടങ്ങിയ ആളുകൾക്ക് അവരെങ്ങനെ അത്തഹിയാത്ത് പകുതി വന്ന് ചേർന്ന് പൂർത്തിയാക്കാൻ പറ്റുമോ? ഒക്കെ പഴക്കൂലേ? മെല്ലെ ചൊല്ലേണ്ടത് മെല്ലെ തന്നെ ചൊല്ലണം. അത് ബാക്കിലുള്ളവർ കേൾക്കുന്ന അവസ്ഥ വരരുത്. സലാം പറയുന്നത് കേട്ടോട്ടെ, തക്ബീർ ചൊല്ലുന്നത് കേട്ടോട്ടെ, ഫാത്തിഹ സൂറത്തും കേട്ടോട്ടെ, അതൊക്കെ കേൾപ്പിക്കേണ്ട കാര്യമാണ്. അല്ലാതെ മെല്ലെ ചൊല്ലുന്നത് മയ്യത്തിന് ദ്വാരക്കുന്ന മയ്യസ്കാരം നടത്തുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. പടച്ച റബ്ബേ, വിഷമിച്ചു പോകാറുണ്ട് ചിലപ്പോൾ. ഇവരൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ചൊല്ലായിരുന്നു വിചാരിക്കും. ബുദ്ധിമുട്ടാക്കരുത്. ഒരു മനുഷ്യനെ നഫ്സ് കേൾക്കുന്ന ശബ്ദത്തിലേ ഓതാൻ പാടുള്ളൂ. അതിന് ഡിസ്ട്രാക്ഷൻ, അത് ബാക്കിലുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിൽ നിന്നൊരു സ്വഹാബി ഉറക്കം ഓതി, തങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ എൻ്റെ നിസ്കാരം ഫസാദാക്കണത്? ഞാൻ ഓതുമ്പോൾ നിങ്ങൾ കേട്ടിരുന്നാൽ പോരെ, മെല്ലെ ഓതിയാൽ പോരെ, നിങ്ങൾ ഉറക്കോതിയ എൻ്റെ നിസ്കാരം ഫസാദാവില്ലേ? ആര് പറഞ്ഞു? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് മനസ്സിലാക്കണം. അറിയാത്തത് കൊണ്ടായിരിക്കും, മൈക്ക് കിട്ടുന്ന ആവേശത്തിലോ അല്ലെങ്കിൽ മൈക്കിൻ്റെ ക്ലാരിറ്റി കൂടിയതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അത് വലിയൊരു വിഷയമാണ്. അതൊരു ഒരു 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 അദബാണത്. അത് പാലിക്കണം. അത് ഉണർത്തുകയാണ് എൻ്റെ സുഹൃത്തുക്കളോട് ഇൻഷാ അള്ളാഹ്. അപ്പോൾ ദിക്റിനെ സംബന്ധിച്ച് പറഞ്ഞ വിഷയം അതാണ്. ദിക്ർ നഫ്സ് കേൾക്കുന്ന ശബ്ദത്തിൽ ഓതുക, ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ചെവി നിരന്തരം കേട്ടു. ചെവി എന്ന് പറഞ്ഞ സാധനം വലിയൊരു അത്ഭുതമാണ്. നമ്മൾ കേൾക്കുന്നത് അറിവുകളാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ സംസാരിച്ചു, ഇതിലൊരു പക്ഷേ ഒരു 90% ഓർമ്മയുള്ളവരുണ്ടാവും, 100%, 10% ഓർക്കാൻ പറ്റുന്നവരുണ്ടാവും. ആവറേജ് നോക്കിയാൽ പറയുന്നത് ഒരാൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു 40% ഉണ്ടാവുള്ളൂ എന്നാണ്. പറയുന്ന ആൾക്ക് 80% ഓർമ്മ ഉണ്ടാവും. ആ പറയുന്നത് പ്രവർത്തിച്ച ആളുകൾ, ഇപ്പം നമ്മൾ കേട്ടു, ആ ആശയം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, ആ അമല് നമ്മൾ ചെയ്തു എങ്കിൽ അവർക്കൊരു 90% വരെ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും പ്രാക്ടിക്കൽ കാര്യങ്ങളെ മനുഷ്യൻ റിമെമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. അത് കുട്ടികളോടൊന്നും അങ്ങനെ ക്ലാസ് റൂമിൽ വേദ പറയാൻ പാടില്ല എന്നാണ്. സ്കൂളിൽ നമ്മൾ ടീച്ച് ചെയ്യും. ആ ടീച്ചിങ് ഇസ്ലാം സെൻറ്ററിൽ ക്ലാസ് എടുക്കണ പോലെ ഞാൻ ക്ലാസ് എടുത്താൽ എൻ്റെ കുട്ടികളൊക്കെ ഉറങ്ങും മുമ്പിലിരുന്നിട്ട്. അവർക്ക് 1 മണിക്കൂർ 60 മിനിറ്റ് പീരീഡിൽ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കേണ്ടത് മാക്സിമം 20 മിനിറ്റാണ്. ബാക്കി അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ച് കറക്ഷൻ മാത്രമേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്.
അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര പറയുന്നുണ്ടോ അതിൻ്റെ 30% അവർക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ മറന്നു പോകും. കാണുകയാണെങ്കിൽ ഒരു വിഷ്വൽ, നിങ്ങളുടെ വീഡിയോ കാണുന്നു, ഒരു വിഷ്വൽ കാണുന്നു, ആ കാണുന്നതിൽ 40 മുതൽ 50% വരെ റിറ്റൈൻ ചെയ്യാൻ പറ്റും. പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു 60 to 70 പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നത് 90% വരെ കിട്ടുക. സുബ്ഹാനല്ലാഹ്. അപ്പോഴേ അത് ശരിക്കും തലയിൽ കയറുള്ളൂ. അപ്പോൾ ദിക്റിനെ സംബന്ധിച്ച് വരാൻ കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു അല്ലാഹുവിനോട്, റബ്ബേ നിനക്ക് ഒരുപാട് ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലണം. അപ്പോൾ ഒരുപാട് തവണ സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിൻ അതിനെ അബ്സോർബ് ചെയ്യും. അപ്പം തൽഖീൻ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുമ്പോൾ, ദിക്ർ ചൊല്ലിത്തരുമ്പോൾ അത് ചൊല്ലാൻ പെട്ടെന്ന് കഴിയും. കാരണം നമ്മുടെ ബ്രെയിൻ അത് ഓൾറെഡി പ്രോസസ്സ് ചെയ്തിരിക്കുന്ന വിഷയമാണ്. എന്താണോ നമ്മുടെ ചെവി കൂടുതൽ കേൾക്കുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റെടുക്കുന്നത്. ബ്രെയിൻ എന്താണോ ഏറ്റെടുക്കുന്നത് അതാണ് നമ്മുടെ കൈകാലുകളിലൂടെ പ്രവർത്തനമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ദിക്റിൻ്റെയൊക്കെ എണ്ണങ്ങൾ വല്ലാത്തൊരു അത്ഭുതമാണ്. നമുക്ക് ഉപകാരപ്പെടുന്നതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇന്ന് സൈക്കോളജി പറയുന്ന വിഷയങ്ങളാണ്. റെപ്പിറ്റേഷൻ വേണം, അപ്പോഴാണ് കാര്യങ്ങൾ അഫർമേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അസറ്റേഷൻ വരും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കൈ നുസബ്ബിഹക കസീറ. അതാണ് വദ്കുരിസ്മ റബ്ബിക് വതബത്തൽ ഇലൈഹി തബ്തീലാ. നോക്കണം, രാത്രിയിലും പകലിലും അള്ളാഹു ഹബീബിന് ടാസ്ക് കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി നിസ്കരിക്കണം, പകലിൽ അങ്ങേക്ക് അധ്വാനമുണ്ട് നബിയെ. ആ അധ്വാനവും അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തും ഇത് രണ്ടും ഹറക്കത്താണ്. ഹറക്ക എന്ന് പറയാം. അള്ളാഹുവിന് വേണ്ടിയുള്ള അധ്വാനമാണ്. ഈ അധ്വാനം കൊണ്ട് അള്ളാഹു തആല ഹൃദയത്തിന് വിശാലത തരും. നമ്മൾ ചെയ്യേണ്ട പണി ഇതാണ്, അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുക. പടച്ചതമ്പുരാന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ ഹൗലും ഖുവ്വത്തും നമുക്ക് ഇറക്കിത്തരും. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സമയമായല്ലോ. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സല. നമ്മൾ എത്രക്കാ തുടങ്ങിയത് ഉസ്മാന്? 9:10 9:15 നിർത്തല്ലേ? 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് 10 ഇസ്തഈനൂ ബിസ്സബ്രി വസ്സല. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടണം. അള്ളാഹിൻ്റെ സഹായം കിട്ടാൻ റബ്ബ് തആല പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് ക്ഷമ വേണം, മറ്റൊന്ന് നിസ്കാരം വേണം. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സല. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കണമേ. നോക്കണം, നിസ്കാരം എന്ന് പറയുന്നത് ദുആയാണ്, സബ്ർ എന്ന് പറയുന്നത് ഹറക്കത്താണ്. അധ്വാനവും പ്രാർത്ഥനയും വേണമെന്ന് അള്ളാഹു തആല ഖുർആൻ വലിയ പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് പറയുന്നത് എപ്പോഴും ഹറക്കത്തിനെ കുറിച്ച് പറയുന്ന കിതാബാണ്. അധ്വാനിക്കണം, ടാസ്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, പ്രവർത്തിക്കണം, വെറുതെ ഇരിക്കരുത്. ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞ് ഇരുന്നാലൊന്നും ഈമാൻ പൂർത്തിയാവില്ല. അധ്വാനം വേണം, മെൻ്റൽ അധ്വാനം വേണം, ഫിസിക്കൽ അധ്വാനം വേണം, ഇമോഷണൽ അധ്വാനം വേണം. ഇത് പറയുന്ന ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കിതാബ്. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സല വഅഖിമിസ് സ്വലാത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത് ذلك ذكرى للذاكرين فاصبر فإن الله لا يضيع أجر المحسنين. സൂറത്ത് ഹൂദിൽ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല എങ്ങനെയാണ് ഖുറൈശികളുടെ അന്നവർ വല്ലാണ്ട് ഹബീബിനെ വിഷമിപ്പിച്ചു, ആ വിഷമങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് പുണ്യനബിയെ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. സൂറത്ത് ഹൂദ്. വഅഖിമിസ് സ്വലാ തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. 5 നേരത്തെ നിസ്കാരം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു ആയത്താണിത്. 5 നേരം നിസ്കാരമുണ്ട്. അത് ളുഹറാണ്, അസ്റാണ്, മഗ്രിബാണ്, ഇഷയാണ് എന്ന് ഹദീസിലേ കാണുള്ളൂ. 5 നേരമുണ്ട് നിസ്കാരം എന്ന് ഖുർആനിലുണ്ടോ വെച്ചാൽ ഉണ്ട്. അഖിമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. തൊറഫൈൻ നഹാർ, പകലിൻ്റെ 2 അറ്റങ്ങൾ, 2 എഡ്ജുകളിൽ. പകലെന്ന് പറയുന്ന നട്ടുച്ച നേരം എന്ന് സൂര്യൻ്റെ ആ ക്ലൈമാക്സ് വരുന്ന ആ മധ്യഭാഗം എടുത്താൽ അതിൻ്റെ 2 എഡ്ജുകളാണ്. മധ്യത്തിൻ്റെ ഭാഗമാണ് ളുഹുറും അശറും. അതിൻ്റെ താഴെയും അതിൻ്റെ മീതയും കനം കുറഞ്ഞ വെയിൽ കുറഞ്ഞ ഭാഗമാണ്. പകലിൻ്റെ 2 പ്രധാനപ്പെട്ട കോണുകൾ തൊറഫൈൻ നഹാർ, തൊറഫാനി തൊറഫൈൻ, 2 അറ്റം. ഒന്ന് ളുഹറാണ്, അശറാണ്. പിന്നെ വസുലഫൻ മിനൽ ലൈൽ, രാത്രിയിലെ മുഹൂർത്തങ്ങളും. സുലഫ് എന്ന് പറഞ്ഞത് പ്ലൂരലാണ്. അറബിയിൽ പ്ലൂരലാവണമെങ്കിൽ മിനിമം 3 വേണം.
ഇംഗ്ലീഷിൽ പ്ലൂരലാവാൻ 2 മതി. നമ്മൾ സോക്സ് പാൻസ് എന്നാണല്ലോ പറയുക. പാൻറ് ഇട്ടു, നമ്മൾ മലയാളികൾ പാൻറ് ഇട്ടു എന്ന് പറയാറുണ്ട്. ശരിക്കും പാൻസ് എന്നാണ് പറയേണ്ടത്. കാരണം അത് 2 2 കാലില്ലേ. കണ്ണടക്ക് ഗ്ലാസസിൻ്റെ ഗ്ലാസ് എവിടെയെന്ന് ചോദിക്കാൻ പാടില്ല, ഗ്ലാസസ് എവിടെയെന്നാണ് ചോദിക്കേണ്ടത് അല്ലേ. ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരില്ല, പക്ഷേ എൻ്റെ ഉദാഹരണം 2 ഇംഗ്ലീഷിൽ എസ് ചേർത്താൽ ഡബിളായി, അത് ഡബിളും പ്ലൂറലൊക്കെ ആയി. 2 സാൻഡ്വിച്ച് ഉണ്ടെന്ന് സാൻഡ്വിച്ചസ് 2 ആയി. 3 കൊണ്ടുവന്നാലും അത്രേ പറയുള്ളൂ. പക്ഷെ അറബിയിൽ 2 കൊണ്ടുവന്ന എത്രയായി? സന്ദുഷാൻ. 3 അതിലേറെ ഉണ്ട്, സന്ദുഷാത്സ് കുറേ ഉണ്ടെന്ന്. സുലഫ് എന്ന് പറഞ്ഞ പ്ലൂരലാണ്, സുൽഫാനി എന്നല്ല. സുലഫ് പ്ലൂരലാവണമെങ്കിൽ മിനിമം അറബിയിൽ 3 വേണം. രാത്രിയുടെ 3 മുഹൂർത്തങ്ങൾ, ഒന്ന് മഗ്രിബ്, ഇശാ, ഫജ്ർ. ഇതൊക്കെ രാത്രിയുടെ 2 അറ്റങ്ങളും രാത്രിയുടെ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തവുമാണ്. അതുകൊണ്ട് 3 സുലഫിൽ വന്നു. തൊറഫൈൻ നഹാർ, തൊറഫാനി തന്നെ ഡബിളാണ്, ഡബിൾ വന്നു. 2 + 3 5. അപ്പോൾ 5 നേരങ്ങളെ ഖുർആൻ സൂചിപ്പിച്ചു എന്നതാണ്. സുബ്ഹാനല്ലാഹ്. അഖിമിസ്വലാത്ത്. അപ്പോൾ തങ്ങളോട് പറയാൻ നബി അങ്ങ് നിസ്കരിക്കണം, ഈ 5 നേരങ്ങളിലും അങ്ങ് നിസ്കരിക്കണം. മിനല്ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. തീർച്ചയായും മനുഷ്യൻ ചെയ്യുന്ന നന്മകളെ കൊണ്ട് മനുഷ്യന് പറ്റിപ്പോയ തിന്മകളെ അല്ലാഹു മാപ്പാക്കി തരും. നമ്മൾ മനുഷ്യന് പറ്റുന്നൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ റമളാനൊക്കെ നമ്മൾ ആലോചിക്കണം, തെറ്റുകൾ മനുഷ്യന്മാർ തെറ്റ് പറ്റിപ്പോവും. തെറ്റ് പറ്റുന്ന മനുഷ്യൻ്റെ സ്വഭാവമാണ്. എത്ര അറിവുള്ള മനുഷ്യന്മാരാണെങ്കിലും അറിവില്ലാത്തവരാണെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തെറ്റുകൾ പിന്നെ മനസ്സിലാക്കി തെറ്റായിരുന്നുവെന്ന്. ആ തെറ്റുകളെ ഓർത്ത് മരണം വരെ നിരാശപ്പെട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. ഇന്ന് അള്ളാഹ് സ്വീകരിക്കുമോ, പടച്ചോമെങ്കിൽ മാപ്പാക്കി തന്നിട്ടുണ്ടാവോ, എന്നാലും ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയില്ലേ, ചെയ്തു പോയില്ലേ, അങ്ങനെ കാണിച്ചു പോയില്ലേ എന്നൊക്കെ ആലോചിച്ച് നിരാശപ്പെടുന്ന ആളുകൾ. അങ്ങനെ ചെയ്യരുതെന്നാ. നിരാശ പിശാച് തരുന്നതാണ്. നീ നന്നാവൂല, നീ ഗുണം പിടിക്കൂല, നീ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. 100 മനുഷ്യന്മാരെ നിഷ്കരുണം കൊന്നുകളഞ്ഞ മനുഷ്യൻ അള്ളാഹു തൗബ കൊടുത്ത് സ്വീകരിച്ചു എന്നാണ്. ഇന്നൽ ഹസനാത്തി, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ, യുദ്ഹിബിന സയ്യിആത്ത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ മായ്ച്ചു കളയും. നിങ്ങൾ അതിനുശേഷം നിസ്കരിക്കാറുണ്ടോ, സുന്നത്ത് നോമ്പെടുക്കാറുണ്ടോ, സ്വതക്ക ചെയ്യാറുണ്ടോ, ദിക്ർ ചൊല്ലാറുണ്ടോ, ഖുർആൻ ഓതാറുണ്ടോ? ആ ചെറുദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. എന്നാലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാം. പക്ഷെ നിരാശപ്പെടരുത്. എങ്ങനെ? ഞാൻ നന്നാവൂല, ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, ഇത് പറയുന്നത് പിശാച്ചാണ്. നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആയത്തിറങ്ങാനൊരു കാരണമുണ്ട്, നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമല്ല. ഒരു കച്ചവടക്കാരൻ തങ്ങളോട് വന്ന് പറഞ്ഞതാ, നബിയെ, ഞാൻ കച്ചവടം ചെയ്യുമ്പോഴേ ഈത്തപ്പഴം വിൽക്കുമ്പോൾ ഒരു പെണ്ണ് കയറി വന്നു. അവൾ കാണാൻ നല്ല ഭംഗിയുള്ള പെണ്ണായിരുന്നു. അപ്പോൾ എന്നോട് ഈത്തപ്പഴം നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് ക്വാളിറ്റി പോരാന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാൻ കളവ് പറഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു, ഈ ഷോപ്പിൻ്റെ ഉള്ളിലെ റൂമിൽ മുന്തിയ ഈത്തപ്പഴമുണ്ട്, നോക്കുന്നോ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ മനസ്സിൽ അവളെ ഒന്ന് ഉമ്മ വെക്കണം അല്ലെങ്കിൽ ചുംബിക്കണം എന്നെൻ്റെ മനസ്സിൽ ചിന്ത വന്നു. നബിയെ, ഞാനൊരു മനുഷ്യനല്ലേ. അവൾ ഉള്ളിലേക്ക് കയറി, ഞാൻ അവളെ ചുംബിച്ചു. എനിക്ക് പിന്നെ പേടിയായി നബിയെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്, ഞാൻ വേറൊന്നും ചെയ്തില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നൽ വന്നു. ഞാൻ വെറുതെ കളവ് പറഞ്ഞിട്ട് എൻ്റെ റൂമിൻ്റെ കടൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. ഞാൻ എന്തു ചെയ്യും നബിയെ? തങ്ങളവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു, ബാങ്ക് കൊടുത്തു. തങ്ങളൊന്നും ഡീൽ ചെയ്തില്ല. ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുത്തു. തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. ഈ മനുഷ്യൻ അവിടെ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ തങ്ങൾ ആളെ വിളിച്ചു, ഇവിടെ വരുന്നു. അസ്വല്ലൈ സമാന, നീ ഞങ്ങളോട് നിസ്കരിച്ചോ, ജമാഅത്തിലുണ്ടായിരുന്നു ചോദിച്ചു. ഉണ്ടായിരുന്നു. പൊയ്ക്കോ, അള്ളാഹു നിനക്ക് മാപ്പ് വന്നിട്ടുണ്ടായിരിക്കും, പൊയ്ക്കോ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയോ തെറ്റിന് ലാഘവമായി കാണുകയോ ചെയ്യാനല്ല ഇത് പറയുന്നത്. തെറ്റ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ജനാബുൽ ഹക്കിലേക്ക് നോക്കിയാൽ, അള്ളാഹുവിൻ്റെ അളമത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയ തെറ്റും വലിയ തെറ്റും വലുതന്നെയാണ്. കാരണം ആരോടായി കാണിക്കുന്നത്? പടച്ചോനോടല്ലേ. പടച്ചോനോടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. എന്നാൽ പിശാച്ച് മനുഷ്യനെ ബാക്കോട്ട് അടിപ്പിക്കുന്ന ഒറ്റ കാരണം, പിശാച്ച് നിങ്ങളോട് പറയും നീ നന്നാവൂല. പിശാച്ച് പറയും നീ എന്തായാലും നാട്ടുകാർ നിനക്കൊരു പേരിട്ടിട്ടുണ്ട്, നീ അങ്ങനെയാവും, മരിക്കുന്നവരെ നീ അങ്ങനെയാണ്, നാട്ടുകാരുടെ മുമ്പിൽ നീ ഇങ്ങനെയല്ലേ, നീ അങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ, നീ നന്നായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നീ ഒരിക്കൽ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ നിന്നെ ജനങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കും, നിൻ്റെ ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് പിശാച്ച് ചെയ്യുന്ന പണിയാണ്. നമ്മൾ ചെയ്യുന്ന ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, ഈ ആയത്ത് അതിന് ശേഷമായി ഇറങ്ങുന്നത്. തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെയ്യുന്ന നന്മ കാരണം അള്ളാഹു നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. നിരാശപ്പെടരുത്. തങ്ങൾ ഹോപ്പ് കൊടുക്കുക ചെയ്യുക, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പ്രതീക്ഷയെ കൊടുക്കുക.
നിരാശ കൊടുക്കാൻ ഇബ്ലീസുമാരില്ല ഇവിടെ. നിബിധങ്ങൾ പ്രതീക്ഷ കൊടുക്കും. ഒരു മനുഷ്യൻ നന്നായി വരണം. ആ മനുഷ്യൻ നന്നായി വന്നാൽ അയാളിൽ നിന്ന് എത്രയൊക്കെ നന്മകളുണ്ടാവും. അയാൾ ദാനധർമ്മം ചെയ്യൂലേ, സമൂഹത്തിന് ഉപകാരമല്ലേ. അയാൾ വോളണ്ടറി ടാസ്ക് ചെയ്യൂലേ, സമൂഹത്തിന് ഉപകാരമല്ലേ. അയാൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യൂലേ. അതൊക്കെ ചെയ്യണമെങ്കിൽ പ്രതീക്ഷ കൊടുക്കണ്ടേ. തങ്ങൾ പോസിറ്റിവിറ്റി തങ്ങൾ ഹൈലൈറ്റ് ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവിടെ പറഞ്ഞ ആയത്താണിത്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇതൊക്കെ പറഞ്ഞിരുന്നത്. വസ്ബിർ നബിയെ ക്ഷമിക്കണം. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്നവരുടെ ഒരു കൂലിയും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയൂല. ക്ഷമിക്കണം നബിയെ, ക്ഷമിക്കണം. അള്ളാഹു ക്ഷമ നൽകട്ടെ. ആമീൻ. ഒരു കഥ ഉണ്ട്, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആളെ മനസ്സിലായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറയണില്ല. പ്രതീക്ഷ കൊടുക്കണം. ഉസ്മാൻ ഈ വിചാരിച്ച ആളല്ല. ആളിപ്പോൾ സൗത്ത് കൊറിയയിലാണ്, ഞാൻ ഈ പറയാൻ പോണ ആൾ. അവിടെ കേട്ടല്ലേ, സൗത്ത് കൊറിയ കുറേ മലയാളം ഉണ്ടാവില്ലേ. അപ്പോൾ പ്രതീക്ഷ കൊടുക്കണം, നിരാശപ്പെടുത്തരുത്, ക്ഷമിക്കുക. അതിൻ്റെ തീം ഇതാണ്, ഉപകാരപ്പെടാൻ വേണ്ടി പറയാൻ. നമ്മൾ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. 2.5 മണിക്കൂർ മ്യൂസിക്കിൻ്റെ മസാല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റൂല എന്നാണ് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ അഭിപ്രായം. അതാണ്. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തപ്പോൾ എന്താ, ആ അഭിപ്രായം വെച്ചിട്ട് ആയിക്കോട്ടെ, മാപ്പിളപ്പാട്ടൊക്കെ അത് കയറ്റി വിടുക, മൗലൂദിൻ്റെ ഒക്കെ കയറ്റ മ്യൂസിക് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ പഠിച്ചോനായിക്കോട്ടെ, അതിൻ്റെ മസാല എനിക്കല്ല, എനിക്കറിയുന്ന കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് അങ്ങനെ മ്യൂസിക്കിലൊക്കെ ആയിട്ട് പിന്നെ പാട്ടൊക്കെ നിർത്തിയിരുന്നു, പാട്ടിൻ്റെ മ്യൂസിക് പരിപാടിയൊക്കെ നിർത്തിയിരുന്നു. പിന്നെ എപ്പോഴോ അദ്ദേഹത്തിന് എന്തോ ജീവിതം വഴിമുട്ടിയപ്പോൾ പാട്ടൊക്കെ തുടങ്ങാം. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു മ്യൂസിക് പറ്റുമെന്ന്, മറ്റേ സ്ഥാനം അഭിപ്രായം ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ വളരെ അടുത്ത ആളാണ്, ഞങ്ങൾ ഇന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നത്. ആ ഒരു സന്തോഷം കൊണ്ട് പറയാം. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഞാനതറിഞ്ഞു, അദ്ദേഹം ആ ഒരു മസല വെച്ചിട്ട് പഴയ രീതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല, ഒരു വിഷമിക്കുന്ന കാര്യവും ഞാൻ എവിടെയും പറഞ്ഞില്ല. അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്തില്ല. എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട് കേട്ടോ എന്നൊന്നും സൂചിപ്പിച്ചില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ചെറുപ്പക്കാരല്ലേ, സത്യം ബോധ്യപ്പെടുമ്പോൾ തിരിച്ചു വരും. ആ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ മോൻ തിരിച്ചു വന്ന് എന്നെ കിട്ടണമെന്ന് നമ്പറൊക്കെ സംഘടിപ്പിച്ചു. ഭയങ്കര ക്ഷമാപണം, എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം, ഞാനങ്ങനെ പറ്റിപ്പോയി, എനിക്കിപ്പോൾ തിരിച്ച് ബോധ്യം വന്നു, ഞാൻ പോയത് തെറ്റായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ കയറിയിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ നാണം കെടുത്തി കഴിഞ്ഞാൽ ആൾക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ സമയം ഉണ്ടാവുമോ? എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ അടുത്ത് ആധികാരികമായി പറയാൻ പറ്റുന്ന ബന്ധമുണ്ട്. പക്ഷേ എനിക്ക് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തു, പടച്ചോനെ നല്ല ചെറുപ്പക്കാരനാണ്, നല്ല കഴിവുള്ള ആളുകളാണ്, ഇങ്ങനെ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു മാപ്പിളപ്പാടിൻ്റെ മ്യൂസിക് കയറിയാൽ, ഒരു ഫിലിമിലെ പാട്ട് പാടാൻ അവസരം കിട്ടിയാൽ കയറിപ്പോവും. ഈ ബീർ കുടിക്കേണ്ട പ്രശ്നം അതാ. ബീർ ഇപ്പം നോൺ ആൽക്കഹോളിക് അല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതേ ചേലും കോലുള്ള കുപ്പിയുടെ കൊണ്ടുവന്ന് വെച്ചാൽ ബീറിൽ നിന്നങ്ങോട്ട് ജമ്പ് ചെയ്യാൻ എളുപ്പമാണ്, ദൂരം കുറവാണ്. ആദ്യമേ അതിന് പോകാത്ത ഒരാൾക്ക് ദൂരം കൂടുതലാണ്. ഇതാണ് വിഷയം. അപ്പോൾ തിരിച്ചു വരണം, അള്ളാഹു തിരിച്ചു കൊടുക്കണേ, അള്ളാഹു നീ നല്ല ബോധം കൊടുക്കണമേ എന്നെൻ്റെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. അവരുടെ നാട്ടിൽ പോകുമ്പോഴൊക്കെ എന്നെ വന്ന് കാണുന്ന ആളാണ്, കുറേ കാലങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നു, എന്നാലും എൻ്റെ മനസ്സിൽ അവരൊക്കെ തിരിച്ചു വരും, സത്യം ബോധ്യപ്പെടും. ആ പ്രതീക്ഷയാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാരെ പറ്റി എനിക്കിപ്പോൾ പ്രതീക്ഷയുണ്ട്, അബുദാബിയിലുള്ള കുറേ ആൾക്കാരെ പറ്റി. ഇപ്പോൾ ഇന്നലെ വരെ നമ്മുടെ കൂടെയും കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ആളുകൾ നമ്മളൊന്നും പറ്റാത്തവരൊക്കെയായി മാറി. അങ്ങനെ ഒരു ചിന്തകൾ പലർക്കും പല ആശയങ്ങളുണ്ടായിരിക്കാം. അവരൊക്കെ വരും, ഒരു നാൾ അവർ തിരിച്ചു വരും. അള്ളാഹു ഹിദായത്ത് കൊടുക്കും. അവർ വിചാരിച്ച് വെച്ചതായിരുന്നില്ല ശരി എന്നവർക്ക് ബോധ്യപ്പെടും. പക്ഷെ നമ്മളവരെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പോവില്ല. അങ്ങനെയാണ്. ചിലപ്പോൾ കണ്ടാൽ മുണ്ടാണ്ട് പോകുന്നുണ്ടാവും, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവർക്കൊക്കെ ഹിദായത്ത് കിട്ടണം. ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക്ക് വരണം എന്നല്ല അതിൻ്റെ അർത്ഥം. കാര്യങ്ങളെ ബോധ്യപ്പെടണം, അതിനും ഹിദായത്ത് എന്ന് പറയും. പിണക്കങ്ങൾ തീരണം. പ്രാർത്ഥന കൊണ്ട് പിണങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബന. പ്രതീക്ഷകൾ കൊടുക്കണം, അതാണ് ദീനിൻ്റെ രീതി, അതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നന്മയിലേക്ക് ഒരുമയിലേക്കും സ്നേഹത്തിലേക്കും തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ നിർത്തിയല്ലേ മോമിഞ്ഞ്? 3 ഹദീസുകളുണ്ട്. പഠിച്ചോനെ നേരം വൈകിയോ? عن أبي هريرة رضي الله عنه اللهم إنا نحب أبا هريرة رضي الله عنه وأمه أن رسول الله صلى الله عليه وسلم قال من كذب علي متعمدا فليتبوأ مقعده من النار. ഭയങ്കര ഗൗരവമുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മനഃപൂർവ്വം ആരെങ്കിലും കളവ് വെച്ച് കെട്ടി പറഞ്ഞാൽ അവരുടെ സീറ്റ് നരകത്തിൽ നിന്ന് അവർ ഒരുക്കിക്കൊള്ളട്ടെ. നരകത്തിലേക്ക് ചെയർ റിസർവ്ഡ് ആണെന്ന്. തങ്ങൾ പറയാത്തത് പറഞ്ഞാൽ, തങ്ങളുടെ മേൽ ആരോപണം ഉന്നയിച്ചാൽ, മൻ കദബ അലയ്യ, മൻ ആരെങ്കിലും, കദബ കളവ് പറഞ്ഞു, അലയ്യ എൻ്റെ മേൽ, മുതഅമ്മിദൻ മനഃപൂർവ്വം. അക്കറിയാൻ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അന്നൊരു വഴുതലങ്ങ വിൽക്കുന്ന കച്ചവടക്കാരൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. വഴുതലങ്ങ തീരെ ആൾക്കാർ വാങ്ങുന്നില്ല അങ്ങാടിയിൽ. മൂപ്പര് ഹദീസൻ അടിച്ചു, ഖാല റസൂലുള്ളാഹ് മൻ അക്കലൽ ബാദിൻജാന ദഖലൽ ജന്ന. മൂപ്പര് അടിച്ചു വിട്ടു, വഴുതലങ്ങ തിന്നവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് എന്ന്. ആൾക്കാരങ്ങോട്ട് വാങ്ങാൻ തുടങ്ങി വഴുതലങ്ങ. അപ്പോൾ അച്ഛ നുണയാണോ പറഞ്ഞത്? അങ്ങനെ ഒരു ഹദീസ് തന്നെയല്ല, അത് ചരിത്രത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞു വിടും. ഇതിൽപ്പെട്ടതാണ് ഈ മൗദൂആയ ദഈഫായ ഹദീസിനെ കുറിച്ച് അങ്ങനെ പറയില്ല. മൗദൂആയ ഹദീസ് ഉണ്ടാവും, ഫാബ്രിക്കേറ്റഡ്. ആ ഹദീസ് ബേസ്ലെസ് ആണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഹദീസുകൾ ഉണ്ടാവും. മൗദൂആണ്, തങ്ങൾ പറഞ്ഞിട്ടില്ല, തങ്ങളുടെ മേൽ വെച്ച് കെട്ടിയതാണ്. അങ്ങനെ ഒരു ലേബൽ വന്ന ഹദീസുകൾ പറയുന്നതൊക്കെ ഈ ഒരു ഗണത്തിൽ വരും. അത് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട് പല റജബ് മാസത്തിൽ ഇന്നത് ചൊല്ലിയ, ആദ്യത്തെ ദിവസത്തിൽ ഇന്നത് ചൊല്ലിയാൽ ഇന്നത് കിട്ടും. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഹദീസുകളാണോ അത് പരിശോധിക്കാതെയാണ് ആൾക്കാർ പറയണത്. ആൾക്കാർ ചൊല്ലിക്കോട്ടെ, നല്ലത് തന്നെയാണ്. ദഈഫായ ഹദീസെങ്കിലാണെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ ഓരോ ദിവസത്തേതെന്ന് പറഞ്ഞിട്ട് ഇത്ര ചൊല്ലിയാൽ ഇന്നത് നടക്കും, ഇന്നത് ചൊല്ലിയാൽ ഇന്നത് കിട്ടും. ആളുകൾക്ക് അത് ഷോർട്ട് കട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില വളവന്മാർ ഹെഡിങ് ഇടും. ഹെഡിങ് ഇട്ടാൽ വെറുതെ തോണ്ടി വെക്കുമല്ലോ, അപ്പോൾ അവർക്ക് ആളെ കിട്ടും. ഇനി ഉദവിയെ ലീഗർ അങ്ങനെ നാട് കടത്താൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ അതിലൊന്നും പറഞ്ഞിട്ടില്ല, വേറെ എന്തോ കഥയാണ് പറയണത്. അപ്പോൾ ആ ടൈറ്റിൽ കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ തുറന്നു നോക്കും. എന്ന പോലെ ഈ ദിക്റാണ് ചൊല്ലിക്കോളൂ, ജീവിതം മാറി മറയും, നിങ്ങൾ സമ്പൽ സമൃദ്ധിയിലാകും, നിങ്ങളുടെ എല്ലാ കടങ്ങളും നാളെ മുതൽ വീടുന്നൊക്കെ എഴുതി കൊടുത്താൽ മനുഷ്യന്മാർ വായിക്കൂലേ, ഒരു ചൊല്ലൂലേ, ഉറപ്പല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കഥയെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ നുണയാണ്, കളവ് പറയാണ്. മൻ കദബ അലയ്യ, ചില ആളുകൾ അങ്ങനെയാണ്, നുണ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കമോഡിറ്റി സെല്ല് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഉള്ളത് പറഞ്ഞാൽ മതി. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും എൻ്റെ മേൽ മനഃപൂർവ്വം കളവ് കെട്ടിപ്പറഞ്ഞാൽ ഫൽയതബവ്വ, അയാൾ റെഡിയാക്കിക്കൊള്ളട്ടെ, അയാൾ ഒരുക്കി വെച്ചുകൊള്ളട്ടെ, റെഡിയാണ്. മഖഅദഹു, അയാളുടെ മഖഅദ് ഇരിക്കുന്ന സ്ഥലം, മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ചെയർ ഉറപ്പാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമ്മൾ പഠിച്ചു വെക്കുക, ഒന്ന് ചൊല്ലിക്കോളൂ. ഖാല അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവിടെ ഒരു ഖാലില്ല. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തങ്ങൾ പറഞ്ഞ ഹദീസ് ഈ മൻ മുതലാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സ്വല്ല അലയ്യ, അവിടെ ഒരു അലിഫ് ഉപയോഗിക്കണമല്ലോ, മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ, അല്ലേ? പിന്നെ ചെയ്യുന്ന യാ പോലത്തെ അലിഫില്ലേ, അലിഫ് മഖ്സൂറാന്ന് പറയും. ഇല്ലേ, അവിടെ അത് വേണം. മൻ സ്വല്ല അലയ്യ, അത് അലിഫുണ്ട്, ഇതിന് യാ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. മൻ സ്വല്ല അലയ്യ വാഹിദതൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി, അയാളുടെ മേൽ അല്ലാഹു അശ്റ, 10 ഗുണങ്ങൾ ചെയ്യും. അള്ളാഹ് 10 സ്വലാത്ത് ചൊല്ലും എന്നല്ല അവിടെ അർത്ഥം. നേരെ വാക്ക് കാണുമ്പോൾ നമ്മൾ സ്വലാത്തില്ല, അള്ളാഹ് സ്വലാത്തില്ലെന്ന് തോന്നും. അള്ളാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലില്ല. അള്ളാഹു അതിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹു നമുക്ക് 10 റഹ്മത്ത് ചെയ്യും ഒരു സ്വലാത്തില്ലാൽ. ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റഹ്മത്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ. ഇതിന് വേറെ റിവായത്തുകളുണ്ട്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അങ്ങനെയുണ്ട് ഹദീസ്.
പല വാക്കുകൾ വന്നിട്ടുണ്ട്. ഇത് ഇമാം മുസ്ലിം തങ്ങളുടെ റിവായത്താണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലുൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇർദുഹു. കുല്ലുൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിൻ്റെ ശരീരം മുഴുവനും പവിത്രതയുള്ളതാണ്. ഇവിടെ ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രതയുള്ളത്. മക്കത്തെ പള്ളിൻ്റെ പേരെന്താണ്? അൽ മസ്ജിദുൽ ഹറാം. അതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് എങ്ങനെ? ഹോളി മോസ്ക് എന്നാണ് പറയാം. ആ ഹറാമിനർത്ഥം ഹോളി എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് എന്ന് അർത്ഥമുണ്ട്. കുല്ലുൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിം മുഴുവനും പവിത്രതയുള്ളതാണ്. ദമുഹു, ആ മുസ്ലിമിൻ്റെ രക്തത്തിന് പവിത്രതയുണ്ട്. ഒരു മുസ്ലിമിന് പോയി അടിക്കാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല. വമാലുഹു, അവരുടെ സമ്പത്തും പവിത്രതയുള്ളതാണ്. ഒരാളുടെ സമ്പത്തും അവരുടെ പൊരുത്തല്ലാണ്ട് എടുക്കാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. വഇർദുഹു, അവരുടെ അഭിമാനവും പവിത്രതയുള്ളതാണ്. ഒരു മുസ്ലിമിന് മോശമായ ഒരു കാര്യവും ഒരു മുസ്ലിം പറയാനോ എഴുതാനോ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒറ്റ ഹദീസ് കേട്ടാൽ നാട് നന്നാവൂലേ? ഈ ഒരൊറ്റ ഹദീസ് കേട്ടാൽ പോരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ മുസ്ലിമാണ്, ഓൻ മുഅ്മിനാണോ എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഒരാളെ കൊന്നു, അല്ലേ? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വേറെ കുറേ മുസ്ലിമീങ്ങളെ കൊന്ന ആളാണ്. അയാളെ കൊല്ലാൻ വേണ്ടി ഉസാമ തങ്ങൾ വാളെടുത്തപ്പോൾ ഒരൊറ്റ വാളങ്ങോട്ട് എറിഞ്ഞൊരു മരത്തിൻ്റെ മുകളിലേക്ക്, എന്നിട്ട് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂൽ. ഉസാമ തങ്ങൾക്ക് ഉറപ്പാണ് ജീവൻ കിട്ടാൻ വേണ്ടി പറയണ അദ്ദേഹം. കാരണം ആ കോണ്ടെക്സ്റ്റ് അതാണ്. ഉസാമ തങ്ങൾ അയാളെ കൊന്നു. തങ്ങളോട് യുദ്ധത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മല്ലേ? റസൂലുള്ളാഹി തങ്ങൾ ദേഷ്യപ്പെട്ടു, ഉസാമ അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ കൊന്നോന്ന് ചോദിച്ചു. പൊന്നാര നബി, നമ്മളെ ആളുകളെ വെട്ടി നിരത്തിയ ആളാണ്, അയാളുടെ ലാ ഇലാഹക്ക് എന്ത് വാല്യൂ? തങ്ങൾ വീണ്ടും ചോദിച്ചു, അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനെ കൊന്നതെന്ന് ചോദിച്ചു. പൊന്നാര നബിയെ, ജീവൻ നിലനിർത്താൻ വേണ്ടി പറഞ്ഞ വാക്കാണത്, അയാളുടെ കൽബിലില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം തങ്ങൾ ചോദിച്ചു, അവല ശഖഖത ഖൽബഹു, ആ മനുഷ്യൻ്റെ കൽബ് നിങ്ങൾ കീറി നോക്കിയിട്ടാണോ ഈ പറയണതെന്ന് ചോദിച്ചു. നോക്കണം, ആ സമയത്ത് അയാൾ പറഞ്ഞത് മനസ്സുകൊണ്ടല്ല എന്ന് പൊതുവെ ആർക്കും തോന്നാം. ഉസാമ തങ്ങൾക്കും അത്രേ തോന്നിയിട്ടുള്ളൂ. തങ്ങളിങ്ങനെ പറഞ്ഞ് ഉസാമ തങ്ങളെ കാണുമ്പോഴൊക്കെ പറഞ്ഞു, ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളുകൾ കൊന്നല്ലേ. ഉസാമ തങ്ങൾ ആരാന്നറിയോ? ഹബീബിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഹിബ്ബ് റസൂലില്ലാഹി എന്നാ പറയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിബ്ബ് റസൂൽ, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഹബൂബിനെയാണ് ഹിബ്ബ് എന്ന് പറയാം. ഹിബ്ബ് എന്ന് പറഞ്ഞാൽ മെഹബൂബിനേക്കാളും കാറ്റഗറി കൂടുതലാണ്. അത്ര സ്നേഹിക്കുന്ന ആൾ. മഹാനവരുടെ പിതാവാണ് സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു, അവരും ഹബീബിൻ്റെ ഹിബ്ബായിരുന്നു. ഹിബ്ബ് റസൂലില്ലാഹി വബിൻ ഹിബ്ബ് റസൂലില്ലാ, ഹിബ്ബായ നബിതങ്ങളുടെ സ്വഹാബി സെയ്ദ് എന്നവരുടെ ഹിബ്ബായ മോൻ ഉസാമ തങ്ങൾ. അങ്ങനെ പറയാം. റസൂലുള്ളാഹി തങ്ങൾ അത്ര ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഉസാമ തങ്ങൾ പറഞ്ഞുപോയി, പൊന്നാര നബിയേ, ഈ യുദ്ധം ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് സംഭവിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമായി പോയല്ലോ, എനിക്കത് മറക്കാൻ പറ്റുന്നില്ലല്ലോ, വേണ്ടില്ലായിരുന്നു എന്ന് ഉസാമ. എന്തിനെന്നറിയോ? ഒരു മുസ്ലിമിൻ്റെ രക്തം. അയാൾ പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിസ്കരിക്കുന്നുണ്ടോ? അയാൾ ഒരു കള്ളുടിക്കുന്നുണ്ടാവും, അയാൾ മദ്യപാനിയായിരിക്കാം, അയാൾ പലിശ തിന്നുന്നോ കൊടുക്കുന്ന ആളായിരിക്കാം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആളാണോ? പ്രത്യക്ഷത്തിൽ ഞാൻ മുസ്ലിമാണെന്ന് ഐഡൻറ്റിറ്റി അയാൾ കീപ്പ് ചെയ്യുന്നുണ്ടോ? അയാൾക്ക് ഈ അവകാശം വകവെച്ച് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അയാളെ കൽബിലുണ്ടോ അല്ലേ? അത് അള്ളാഹു നോക്കുന്ന വിഷയം, നമ്മളല്ല നോക്കേണ്ടത്. നമ്മൾ ആൾക്കാരെ കൽബിനെ കീറി നോക്കുക. ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ മറ്റേ സ്കാനർ കിട്ടിയ പോലെയാണ് കളിക്കുന്നത്. ഒരു മുസ്ലിം മുഴുവൻ പവിത്രമാണ്. ഒരു മുസ്ലിം കുല്ലുൽ മുസ്ലിം ഹറാം, ഒരു മുസ്ലിം മുഴുവൻ പവിത്രതയുള്ളതാണ്. ദമുഹു അമാലുഹു വഇർദുഹു, ഒരു മുസ്ലിമിൻ്റെ രക്തവും സമ്പത്തും അഭിമാനവും. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് കോട്ടം വരാൻ പാടില്ല. നിങ്ങളുടെ ഒരു എഴുത്തുകൊണ്ട് ഒരാളെ, ഒരു മുസ്ലിമിനെ ഇകഴ്ത്തുന്ന ഒരു സ്വഭാവം ആ വാക്കിലുണ്ടോ, ഹറാമായ കാര്യം ചെയ്തു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്വലാത്ത്, ഇവരെന്നെ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലിയിരിക്കൽ, മൗലൂദിനും ദിക്റിനൊക്കെ ഉണ്ടാവും. ബാക്കിൽ പോയിട്ട് എഴുതൽ, പിന്നെ കുത്തുന്ന വാക്കുകൾ. വല്ല കാര്യമുണ്ടോ? ആ കൂലിയൊക്കെ പോയില്ലേ, എല്ലാം പോവും. അങ്ങനെ ആ ആളുകളെക്കുറിച്ച് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. ചില ആളുകൾ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിരട്ടെ നബിയെ, അല്ലദീന ضل സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിക്കും ഞങ്ങൾ ഭയങ്കര നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അവരുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊഴുകുന്നത് അവർ അറിയുന്നില്ലല്ലോ. ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരെന്ന് മഹാനായ അഷ്റഫ് ഹക്ക് തങ്ങൾ പഠിപ്പിക്കുക. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗമാണത്. അതുകൊണ്ട് അങ്ങനെ ആയിപ്പോവരുത്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പെണ്ണുങ്ങളെ, ആണുങ്ങളെ സൂക്ഷിച്ചോളൂ. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്
ഒരു മുസ്ലിമായ അഹ്ലുൽ ഖിബില എന്ന് പറയാം. ഖിബിലാക്ക് നിസ്കരിക്കുന്ന മനുഷ്യന്മാരൊക്കെ അഹ്ലുൽ ഖിബിലയാണ്. അവർക്കൊരു പവിത്രതയുണ്ട്. അവരിനി ഏത് ഗ്രൂപ്പായിക്കോട്ടെ, അഹ്ലുൽ ഖിബിലക്ക് അള്ളാഹു നൽകുന്ന ഒരു അവകാശമുണ്ട്. അതിൽപ്പെട്ടാണ് ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, അഭിമാനത്തിന് കോട്ടം വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹറാം. പുണ്യനബിയുടെ ഹദീസ് റവാഹു മുസ്ലിം. ഇത് ദഈഫായ ഹദീസാണെന്ന് കൂടെ പറയാൻ പറ്റില്ല, സ്വഹീഹായ ഹദീസാണിത്. ഇമാം മുസ്ലിം തങ്ങളുടെ പുണ്യനബി തങ്ങൾ പറഞ്ഞൊരു സ്വഹീഹായ ഹദീസ്, അതിൻ്റെ ആശയം മനസ്സിലായിട്ട് അതിനെതിരായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുണ്യനബി തങ്ങൾ മുമ്പിലുണ്ടായിരിക്കെ തങ്ങൾക്ക് എതിരെ ചെയ്യുന്നതിന് തുല്യമാണ്. ചെയ്യാൻ പാടില്ല. ഹദീസ് ചൊല്ലിക്കോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലുൽ മുസ്ലിമി ഹറാം ദമു കുല്ലുൽ മുസ്ലിമി. നിങ്ങൾ അവിടെ അലൽ മുസ്ലിമി എന്നുണ്ടോ? ഇവിടെ കുല്ലുൽ മുസ്ലിമി ഹറാം എന്നുള്ളൂ. 2 റിവായത്തുകളുണ്ട്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, അങ്ങനെയുണ്ട്. ഇതൊന്ന് തിരുത്തിയാൽ മതി. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇർദുഹു. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ മുഴുവൻ മറ്റൊരു മുസ്ലിമിന് പവിത്രത കൽപ്പിക്കേണ്ടതാണ്. എങ്ങനെ? ദമുഹു, ആ മനുഷ്യൻ്റെ രക്തവും, വമാലുഹു, അവരുടെ സമ്പത്തും, വഇർദുഹു, അഭിമാനവും. ഇന്ന് പെട്ടെന്ന് ദുആ ലിസ്റ്റ് വായിച്ചു. ആ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ ദുആ വായിച്ചോളൂ. നമുക്ക് നമ്മുടെ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ അഹ്ലൻ റമദാൻ പരിപാടിയാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ആഴ്ച നമുക്ക് വിശുദ്ധ റമദാനെ സംബന്ധിച്ചുള്ള റമദാൻ സ്വീകരിക്കുന്നതിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ അന്ന് കാണിച്ചിരുന്നല്ലോ അല്ലേ, നമ്മുടെ ഖുർആൻ പാരായണ മത്സരം നടക്കുകയാണ്. 25 വരെ അല്ലേ? 25 വരെ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. IIC ഖുർആൻ റിസൈറ്റേഷൻ കോമ്പറ്റീഷൻ സീസൺ 4. അതിൻ്റെ രജിസ്ട്രേഷൻ ഫെബ്രുവരി 25-നാണ് ക്ലോസ് ആവുന്നത് കേട്ടോ. ഫെബ്രുവരി 25 വരേക്കും രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട് ഇൻഷാ അല്ലാഹ്. അതിൽ നമ്മുടെ കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കുക. മാർച്ച് 14, 15, 16-നായിരിക്കും ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ചിട്ട് ആ മത്സരം നടക്കുന്നത്. മത്സരാർത്ഥികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളുണ്ട്. പിന്നെ ആൺകുട്ടികൾ 10 വയസ്സ് 18 വയസ്സിനിടയിലുള്ളവർ, പിന്നെ പുരുഷന്മാർ 19 വയസ്സിന് മുകളിലുള്ളവർ, പെൺകുട്ടികൾ 15 വയസ്സ് വരെ, അവർക്കാണ് ഇതിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഇൻ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റും. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സദസ്സിൽ പായസം നൽകിയ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. പിന്നെ ഉപ്പയുടെ ആണ്ടാണ്, വരുന്ന ഞായറാഴ്ച പ്രത്യേകം ദുആ ചെയ്യണം. ഉമ്മയുടെ അസുഖം ശിഫാകാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ വളരെ പ്രതീക്ഷയോടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണിന് കാഴ്ച കുറവായിക്കൊണ്ടിരിക്കുന്നു, അത് ശരിയാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏർപ്പാടിൽ ഹൈറും ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട്. മകൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉന്നത വിജയത്തിനായിട്ട്. മകൻ വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഹൈറും ബർക്കത്തിനും വേണ്ടിയിട്ട്. മരണപ്പെട്ട മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനും ബന്ധുജനങ്ങളുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ജോലിയിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടി. മനസ്സിൻ്റെ ദുശ്ചിന്തകൾ മാറിക്കിട്ടാനും ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തും തഖ്വയും വർദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഭാര്യയുടെ നടുവേദന ശിഫാകാൻ വേണ്ടിയിട്ട്. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി. ലീവിന് നാട്ടിലേക്ക് പോവുകയാണ് ഹൈറിന് വേണ്ടി. മകന് സ്വാലിഹത്തായ ഇണയെ ലഭിക്കാൻ വേണ്ടിയിട്ട്. എക്സാം നേരിടുന്ന മക്കൾക്ക് വിജയത്തിന് വേണ്ടിയിട്ട്. മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടിയിട്ട്. ഹജ്ജ് ഉംറയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ പരിഹാരത്തിനായി. ഗർഭിണിയായവരുടെ സുഖപ്രസവത്തിനായിട്ട്. ഒരു ഗവൺമെൻറ് ജോലിക്ക് എക്സാം എഴുതിയിട്ടുണ്ട് ഹൈറും ബർക്കത്തിനും വേണ്ടിയിട്ട്. മാനസികവും ശാരീരികവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ എല്ലാം പരിഹരിക്കാൻ വേണ്ടി. മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടും സന്തോഷത്തിനുമായിട്ട് ദുആ ചെയ്യാൻ. ഉമ്മത്തിൻ്റെ ഐക്യത്തിന് പ്രത്യേകം ദുആ ചെയ്യണം. രോഗങ്ങൾ ശിഫാകാനും കടങ്ങൾ വീടാനും ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട്. ഇഹപര വിജയത്തിനായി ദുആ ചെയ്യാൻ. വിസ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തടസ്സമുണ്ട്, അതൊക്കെ ശരിയായി വരാൻ വേണ്ടിയിട്ട്. ഉമ്മാമ്മയുടെ മറവി രോഗം ശിഫാകാൻ വേണ്ടിയിട്ട്. ഉപ്പയുടെ മുട്ടുവേദന മാറാൻ വേണ്ടി. മൂത്താപ്പയുടെ കിഡ്നിയിൽ ക്രിയാറ്റിൻ കൂടുതലാണ്, ചികിത്സയിലാണ്, പ്രത്യേകം ഷിഫാന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. പിന്നെ ഒരുപാട് ആൾക്കാർ നേരിട്ടും അല്ലാതെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയൊരു സുവർണാവസരം. ഞാനൊരു ഇതൊന്ന് ക്ലിപ്പാക്കണേ. നമ്മുടെ താവിൻ്റെ ഒരു വിഷയം പറയണേ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ ദാറുൽ ഹുദയുടെ സന്തതികൾ, ഹുദവി ഉസ്താദുമാർ, ഇന്ത്യയുടെ 16 സംസ്ഥാനങ്ങളിൽ 2675 മദ്രസകൾ ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 15 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, അങ്ങ് കശ്മീർ വരെ വിദ്യാഭ്യാസമില്ലാതെ, അസ്തിത്വബോധമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ദീനിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും സംസ്കാരത്തിലേക്കും അടുപ്പിച്ചു കൊണ്ടുവരുന്ന വലിയൊരു ദൗത്യം നൂറുകണക്കിന് ഹുദവി ഉസ്താദുമാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയെ നിങ്ങളുടെ ചെലവിൽ പഠിപ്പിക്കാൻ 25 ദിർഹമേ വരുന്നുള്ളൂ. ഞാൻ പറയുന്ന പോലെ ഒരു പക്ഷേ ഇനി ഈ ഒരു സംഖ്യയ്ക്ക് ഒരു കുട്ടിയെ പഠിപ്പിക്കാനെന്നോ അടുത്ത ഒരു വർഷം എന്തായിരിക്കും പ്രൈസ് വാല്യൂ നമുക്കറിയില്ല. ഇപ്പം അത് മതി ഒരു വിദ്യാർത്ഥിയുടെ ചെലവ്. കാരണം അവരുടെ പഠനം, താമസം, അവരുടെ പഠനം, അവരുടെ കിതാബുകൾ, ഉസ്താദുമാരുടെ സാലറി അടക്കം ഇൻഷാ അള്ളാഹ് ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ 25 ദിർഹമേ കാണുന്നുള്ളൂ. നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് നമുക്ക് അത്രേ വേണ്ടൂ. 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് പ്ലാൻ. 1 ലക്ഷത്തിലെത്തിക്കഴിഞ്ഞു. 15 വർഷം കൊണ്ടാണ് ഇത് എത്തിയത്. നമുക്ക് അടുത്ത 1 വർഷം കൊണ്ട് ഒറ്റയടിക്ക് 1 ലക്ഷത്തിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് നമ്മുടെ ഉസ്താദുമാർ. കേരളത്തിൻ്റെ പുറത്ത് നടക്കുന്ന ഈ വലിയൊരു സംഭവം നിങ്ങളൊക്കെ സഹായിച്ചവരാണ്. എല്ലാ വർഷവും ഇതാ റമദാൻ 2025 റമദാൻ വന്നെത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ സംരംഭമായി സഹായിക്കാൻ തൗഫീക്ക് നൽകട്ടെ. തആവുൻ എന്നാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്. നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു കുട്ടിയെ പറ്റുന്ന ഒരു കുട്ടി ഒരു 100 ദിർഹം ഉണ്ടെങ്കിൽ 4 കുട്ടികളെ നിങ്ങളുടെ ചെലവിൽ ഒരു വർഷം പഠിപ്പിക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ആഡുകളോ നിങ്ങളുടെ മുമ്പിലേക്ക് അറിവുകളോ എത്തുമ്പോൾ തീർച്ചയായും നിങ്ങളിതുമായി സഹകരിക്കണമെന്ന് പ്രത്യേകം ദാറുൽ ഹുദയ്ക്ക് വേണ്ടി, ഞാൻ പഠിച്ച സ്ഥാപനം എന്നതിലപ്പുറം നിങ്ങളുടെയൊക്കെ സ്ഥാപനം ദാറുൽ ഹുദയുടെ ആവിർഭാവം അബുദാബിയിലെയും അല്ലയിലെയും ദുബൈയിലെയും പ്രവാസികളായ ആളുകളുടെ നാണയത്തുട്ടുകളാണ്. അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ നിങ്ങളെ ഈ വിഷയം അറിയിക്കേണ്ടതുണ്ട്. കഴിയുന്നവരൊക്കെ ഇതുമായി സഹകരിക്കണം. വിശുദ്ധ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തുകളുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് സുഹൃത്ത് ഹാരിത്തിൻ്റെ ഉമ്മ കരുവക്കോട്ടിൽ റുഖിയ എന്ന മഹദി വഫാത്തായിരിക്കുകയാണ്. അള്ളാഹു ആ മഹദിക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. ആ ഉമ്മയുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ക്ലാസ്സിൽ സംബന്ധിക്കാറുള്ള അഷ്ഫാഖ് വയനാട് നമ്മുടെ സുഹൃത്തിൻ്റെ ഉപ്പ അലി എന്നവർ 2 ദിവസത്തോളമായി ഹോസ്പിറ്റലിലാണ്. തലവേദന മാറുന്നില്ലെന്ന് പറഞ്ഞ വിഷമത്തിലാണ്. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ പരിചയങ്ങളിലും അറിവുകളിലുമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മുടെ സുഹൃത്തുക്കളിൽ രോഗങ്ങൾ വന്ന് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് ഷിഫ കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വളരെ വലിയ മുഹിബാണ് അന്തുമാൻചാൻ നമ്മൾ പറയുന്ന അബ്ദുറഹ്മാൻ ഹാജി, കാസർഗോഡുള്ള വീൽ ചെയറിലാണ്. അതിനിടക്കാണ് കാല് വീണ് പൊട്ടിപ്പോയത്. അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. ആമീൻ. ഇവിടെ ദുആരക്കാൻ പറഞ്ഞവർ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെ അഡ്മിന്മാർ ദുആ വസിയത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നൈജീരിയയിലെ ഇഫ്താറിന് വേണ്ടി സഹായിച്ച ആളുകളുണ്ട്. അൽഹംദുലില്ലാ. ഇതൊക്കെ എല്ലാ വർഷവും നിങ്ങൾ ചെയ്യുന്ന നന്മയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. നമ്മുടെ ഇന്നത്തെ പായസത്തിൻ്റെ പേര് എന്തെയുണ്ടോ? ആരെങ്കിലും ഇന്ന് പായസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലേ? അവരാരാ കുടിച്ചോ? എല്ലാവരും കുടിച്ചോ? ചെമ്പൊന്നും കാണുന്നില്ലല്ലോ. അതെ, മാഷാ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഊരകം കാരത്തോട് തൻവീറുൽ ഇസ്ലാം ശരീഅത്ത് അക്കാദമി എന്ന സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് നിർമ്മാണത്തിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം പള്ളി നിർമ്മാണവും ലക്ഷീകരിച്ച് ഇവിടെ അതിൻ്റെ പ്രവർത്തകന്മാരെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകൾ ആ വിഷയത്തിൽ സഹായിക്കണം. ഊരകം കാരാത്തോട് വേങ്ങര അടുത്തുള്ള സ്ഥലമാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ഓരോ ദീനീ സ്ഥാപനങ്ങളും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇറങ്ങുന്നതുകൊണ്ട് വിജയിക്കുന്നു. അതിൻ്റെ ഭാരവാഹികൾ ആരവിടെ ഇരിക്കുന്നത്? ഇവിടെ ആരാ ഉള്ളതെന്ന് കൈപ്പൊക്കിയാട്ടെ. ഉസ്താദാണല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ, അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, ശഅബാൻ ഞങ്ങളോട് ഇവിടെ പറയാൻ പോവാണ് റബ്ബേ. റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ പടച്ചവനെ.
റമളാനിലേക്ക് എത്തിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങൾക്ക് പാപമോചനം നൽകണേ പടച്ചോനെ. മുഅ്മിനീങ്ങളെ തൗബ ചെയ്തോളിട്ടോ. ഞാൻ കാര്യം കൂടെ ഉണർത്തുകയാണ്. തൗബ ഇപ്പം ചെയ്യണം. നാളെ നമ്മൾ മരിച്ചാൽ എന്തേ നീ തൗബ ചെയ്യാഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ റമളാൻ വരാൻ കാത്തുകയായിരുന്നു പടച്ചോനെ എന്ന് പറയാൻ പറ്റില്ല. റമളാൻ വരാൻ കാത്തുകയായിരുന്നു തൗബ ചെയ്യാൻ. ഇത് അള്ളാഹുവിനോട് പറയാൻ പറ്റിയ കാരണമല്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ രാവിൽ ഈ സദസ്സിൽ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങാം. നാളെ നമുക്ക് കിട്ടുമെന്നറിയില്ല, റമളാൻ കിട്ടുമെന്നറിയില്ല. അള്ളാഹു റമളാനിലേക്ക് എത്തിക്കണേ പടച്ചോനെ. അല്ലാഹുമ്മ സല്ലിംന ഇലാ റമളാൻ വസല്ലിം റമളാന ലനാ യാ റബ്ബൽ ആലമീൻ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചോനെ. അറിവില്ലായ്മ കൊണ്ടും വിവരക്കേട് കൊണ്ടും അള്ളാഹുവെ ഓർമ്മയില്ലാതെയും പടച്ചവനെ സംഭവിച്ചു പോയ തെറ്റുകൾ, ബോധത്തിലും അറിവിലും സംഭവിച്ചു പോയ തെറ്റുകൾ എല്ലാം ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ദീനിൻ്റെ ഹാദിമീങ്ങൾ, പൊതുപ്രവർത്തകന്മാർ, ഇവിടെ KMCCയുടെയും സുന്നീസറിൻ്റെയൊക്കെ പ്രവർത്തകന്മാരുണ്ട്. അവരൊക്കെ ഒരുപാട് സേവനം ചെയ്യുന്നവരാണ്. റമളാൻ ആയിക്കഴിഞ്ഞാൽ റിലീഫുമായിട്ട് ഇറങ്ങുകയാണ് KMCC പ്രവർത്തകർ, നമ്മുടെ വിഖായ വോളണ്ടിയർമാർ, നമ്മുടെ സെൻറ്ററിൻ്റെ പ്രവർത്തകർ ഒക്കെ. അള്ളാഹു റഹ്മാനായ റബ്ബെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഖൈറും ബറക്കത്തും വലിയ വിജയവും കബൂലിയത്തും നൽകണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബെ, അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബെ. അള്ളാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബെ. അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബെ. ഞങ്ങളുടെ ഹൃദയം നന്നാക്കി തരണേ റബ്ബെ. ഒരു മുഅ്മിനായ മനുഷ്യനോടും ഒരു വെറുപ്പും തോന്നാത്ത ഹൃദയം നൽകണേ പടച്ചവനെ. ഒരു വൈരാഗ്യമോ മുൻവൈരാഗ്യമോ പകവീട്ടണമെന്നോ വിദ്വേഷമോ ഒന്നും ഒരു മനുഷ്യനോടും തോന്നാത്ത ഹൃദയം നൽകണേ റബ്ബെ. അള്ളാഹുവേ ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അള്ളാഹു നീ അത് പരിഹരിക്കണേ പടച്ചവനെ. അപകടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അള്ളാഹു നീ തട്ടി ദൂരത്താക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ പകരം വീട്ടാനോ കഴിയില്ല റബ്ബെ. അത് നീ ഏറ്റെടുക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബെ, നിൻ്റെ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട സമസ്യകളെ ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തണേ പടച്ചവനെ. മഹാന്മാരായ പണക്കാട് സാദാത്യങ്ങൾ, ദീനിൻ്റെ ഹാദിമീങ്ങളും കാവൽ ഭടന്മാരുമായ ഉമറാക്കന്മാർ, അള്ളാഹു നീ അവരെ ശക്തിപ്പെടുത്തണേ പടച്ചവനെ. ഇജ്ജത്തിലാക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബെ, അർഹമുർ റഹീമായ പടച്ചവനെ, ഇസ്ലാമിക് സെൻറ്ററും ഇതുമായി നടക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളിലും അള്ളാഹു എല്ലാ നന്മകളും നീ കബൂൽ ചെയ്ത് അള്ളാഹു അതുകൊണ്ടൊക്കെ ഞങ്ങൾ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നീ മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണേ പടച്ചവനെ. കാരുണ്യവാനായ അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ റബ്ബെ, മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബെ. ജീവിതത്തിൽ കൺകുളിർമയെ തരണേ പടച്ചവനെ. മക്കൾ നല്ലവരായി പഠിച്ച് വളർന്ന് ഉന്നത മാർക്ക് വാങ്ങി നല്ല വിജയിച്ച് നല്ലവരായി ഉന്നത പഠനം നടക്കുന്നവരും ഞങ്ങളുടെ കടങ്ങൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ വിഷമങ്ങളെ പരിഹരിക്കണേ റബ്ബെ. മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാ വിഷമങ്ങളെയും പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഈ സദസ്സിന് നീ പരിഹാരം നൽകണേ പടച്ചവനെ. അള്ളാഹു നാളെ നിന്നെ കണ്ടുമുട്ടാനുള്ള ലിഖാഇൻ്റെ മഹാഭാഗ്യം നൽകണേ റബ്ബെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ ബഖിയ മിൻ ലയാലി വ അയ്യാമി ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ بحق نبي الكونين والثقلين محمد صلى الله عليه وسلم. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد العالمين والمسلمين أجمعين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. സമയം ഇച്ചിരി വൈകിട്ടുണ്ട്, ക്ഷമിക്കണേ. ബറക്കല്ലാഹു ഫീക്കും. അടുത്ത ക്ലാസ് നമ്മൾ ഖുർആൻ ക്ലാസ് നമ്മുടെ അഹ്ലൻ റമദാൻ ക്ലാസ് ആയിരിക്കും.
ഇൻഷാ അല്ലാഹ് 8:30 മണിക്ക് തുടങ്ങല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.